വിശേഷയോഗങ്ങളുടെ രണ്ടാം രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. First of all, I praise the Lord for the second night of our gospel meetings. ഇന്ന് രാത്രിയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവവചന ശ്രവണത്തിന് വേണ്ടി കർത്താവിൻ്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൃപാലുവായ ദൈവം തൻ്റെ ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. Initially, I pray that all the listeners who have paid visit here on hearkening to our invitation to hearken to the word of God, I pray that the gracious God might bless you all. ഇതുവരെയും സർവശക്തനായ ദൈവത്തിൻ്റെ അതിമഹത്തേറിയ സാന്നിധ്യം വ്യത്യസ്ത നിലവാരത്തിൽ നമ്മൾ ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Hitherto, in the spirit, we were feeling the great presence of all glorious God. പ്രത്യാശയുടെ മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തിൽ സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും കൃപാലുവായി ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. The Lord enabled us to sing songs of hope and get edified in the spirit. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച അനുഗ്രഹിക്കപ്പെട്ട അനുഭവസമ്പന്നമായ ഒരു സാക്ഷിയും ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. God also gave us a divine testimony started with experiences in which the sister was called out of darkness to marvelous light. തുടർന്ന് തിരുവെഴുത്തുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. Further, let's remain at the presence of the Lord with prayer so that the Lord would deal to us by his word. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരികെ കൊണ്ടുപോകാം. For tonight's meditation, let's refocus our attention to the same passage that we went through last night. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let us read from the book of Hebrews chapter 11 verse number 8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിന്റെ വിശ്വാസ ജീവിത യാത്രയെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ തിരുവെടുത്ത് ആധാരമാക്കി ചിന്തിക്കുകയുണ്ടായി. Last night, based on the word of God, we meditated about the journey of faith undertaken by Abraham. ദുർമന്ത്രവാദികളും പ്രകൃത്യാരാധനക്കാരും വിഗ്രഹാരാധികളുമായ കൽദയുടെ ഇടയിൽ നിന്നും ഏകദൈവ വിശ്വാസത്താൽ ദൈവിക സന്ദർശനം ലഭിച്ച് കൽദയ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാം യാത്ര ആരംഭിക്കുന്നു. From the midst of the people who were superstitious, worshipped nature and the elements of nature, Abraham is now setting apart from the men of Chaldees from the land of Ur. വാഗ്ദത്ത നാട്ടിലേക്കുള്ള അബ്രഹാമിന്റെ വിശ്വാസ ജീവിതയാത്ര ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശത്തിലേക്കുള്ള സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയുടെ നിഴലാകുന്നു എന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. The journey of faith which was embarked by Abraham is a shadow of the New Testament believers who are heading unto the promised land Canaan. കൽദയ പട്ടണമായ ഊരിൽ അബ്രഹാം ഇരിക്കുമ്പോൾ അവിടെ വെച്ച് തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. Last night we meditated about the theme in which when Abraham was in the land of Chaldees in Ur, the all-glorious God made his visitation to him. നിന്റെ ദേശക്കാരെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകാ എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. The very voice of God is now emanated unto Abraham. Leave your country, leave your kindred, leave your land and head into the destination that I will show you. അബ്രഹാമിന്റെ പിതാവായ തേരഹ് അബ്രഹാമും അബ്രഹാമിന്റെ ഭാര്യയായ സാറായും അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തുമായി ഊരിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. Terah, Abraham, Sarah and even Lot, all of them together, they are setting out of the land of Ur. ഊർ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിപ്പിക്കപ്പെടുക, തുറക്കപ്പെടുക എന്നാകുന്നു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. Last night we meditated about the theme, pick the term Ur, and it has got two meanings, one to get enlightened and two to be opened. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര ആരംഭിക്കേണ്ടത് ഊരിൽ നിന്നാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. Last night we also dealt with the theme that our Christian journey should commence from the starting point of Ur. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെട്ടിട്ട് അവന്റെ വിളിയുടെ ആശയെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം.
Apostle St. Paul is saying that your eyes of understanding should be enlightened and you should know the hope and the desire of his calling. ഹൃദയ ദൃഷ്ടികൾ തുറക്കപ്പെടുന്നതിനെക്കുറിച്ചും ഹൃദയദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സവിസ്തരമായി ചിന്തിച്ചു. Last night, in inexplicable terms, we meditated about the theme of the eyes of understanding being uncloaked and the blessings that we harvest when this process starts. അനന്തരമായി ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തേരഹും അബ്രഹാമും ഹാരാനിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. Further, when we move on to the book of Genesis, chapter 11, verses 31 and 32, we come across the context in which Abraham and co successfully touch the terrains of Haran. ഹാരാനിൽ വെച്ച് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. Two unique experiences are befalling the life of Abraham in Haran. ഒന്ന്, തന്റെ പിതാവായ ഹാരാൻ അവിടെ വെച്ച് മരിക്കുന്നു. First of all, his father Terah bids adieu. രണ്ടാമത്, ദൈവം ഊരിൽ വെച്ച് തന്നോട് ഇടപെട്ടതുപോലെ ഒരിക്കൽ കൂടെ തന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുവാൻ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. Number two, the second visitation of God unto Abraham. The same words that he spoke in Ur are repeated here in Haran. Live your kindred, your country, and all your people, and set out to the land that I will show you. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയുടെ രണ്ടാമത്തെ പടിയായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. We discussed about this as a second step of a faith journey. ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ച് അബ്രഹാമേഹനായി യാത്ര പുറപ്പെടുക എന്ന് പറയുമ്പോൾ, in Haran, Terah passing away and Abraham setting out the solitary journey means നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ദൈവം നമ്മെ ഏകനായി സഹായിപ്പാൻ ആരുമില്ലാതെ നമ്മെ സ്നേഹിച്ചവരും നമ്മെ നടത്തിയവരും നമ്മെ വിട്ടുപോയി നമ്മൾ ഏകനായി കടന്നു പോകേണ്ടതായ ഒരു ജീവിത വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. We come across the poignant path that we should plot in the passage of our Christian life, in which the ones whom we loved, the ones we love, are all leaving us, and God and we are undertaking a solitude journey. ഹാരാൻ എന്ന വാക്കിന്റെ അർത്ഥം പർവ്വതങ്ങളിൽ നിന്നാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. The meaning of the term Haran is mountain. ലോകത്തിലെ സകല മനുഷ്യരും നമ്മെ വിട്ടു പിരിയുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാനുള്ളത് സഹായം വരുന്ന പർവ്വതങ്ങളാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ധ്യാനിച്ചു. When even the last Homo sapien in the spear says goodbye to us, we just have one place to put our trust in, that is the hill of help. സങ്കീർത്തനക്കാരനായ ദാവീദ് 121-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? In Psalm 121, the psalm begins with the cry of David, I will lift my eyes unto the mountains, from where will my help come? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനെ നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ നിന്നും എൽഷദാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചിട്ടാണ് ദൈവിക സന്ദേശം അവസാനിപ്പിച്ചത്. A child of God who absolutely casts his trust upon the Lord, the help, the deliverance, the care that he receives from the Almighty God or El Shaddai is what we covered last night. ക്രിസ്തീയ ജീവിതത്തിൽ ഹാരാനിലെ അഥവാ പർവ്വത പ്രദേശങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് രാത്രി അല്പം ചില കാര്യങ്ങളിലൂടെ ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. Tonight, in the Lord, I trust to reveal quite a few things that what we are going to discover in the terrains of Haran in our Christian life. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീക ജീവിതത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ അവർ പർവ്വതങ്ങളിൽ കടന്നു പോകേണ്ടതായിട്ട് വരും. Concerning a child of God, with regard to his spiritual life, he has to trek the mountains in two different ways. ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we turn to Song of Solomon chapter 8 verse number 14, അവിടെ പരിമള പർവ്വതങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. there we behold the mountain of spices. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, turn to chapter 2 verse number 17, അവിടെ ദുർഘട പർവ്വതങ്ങളെക്കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. there we come across the mountains where people stagger. ക്രിസ്തീയ ജീവിതത്തിൽ രണ്ട് പർവ്വതത്തിന്റെ അനുഭവങ്ങളെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. Two different experiences of two different mountains are revealed here. ഇവിടെ ആ ശൂന്യംകാരത്തി തന്റെ പ്രിയനെ വിളിക്കുകയാണ്. Here the Shunammite beckons his beloved. എന്റെ പ്രിയനെ,
പരിമള പർവ്വതങ്ങളിൽ ചെറുമാനിനും ചലക്കുട്ടിക്കും തുല്യനായി നീ എന്റെ അരികിലേക്ക് ഓടി വരിക. Make haste, my beloved. Be thou like a roe to a young hart upon the mountain of spices. Run to me. വീണ്ടും അവൾ തന്റെ കാന്തനെ വിളിക്കുകയാണ്. എന്റെ പ്രിയനെ, ദുർഘട പർവ്വതങ്ങളിൽ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി നീ എന്റെ അരികിലേക്ക് ഓടി വരിക. Again, the second call is made to the beloved. Now, my beloved, run like a roe, like a young hart unto the mountains of Bether. ഇവിടെ ഈ ഇടയ പെൺകുട്ടി നിൽക്കുന്നതായ രണ്ട് പർവ്വതങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. Here we come across two mountains where the shepherd girl is tarrying. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു പരിമള പർവ്വതത്തിന്റെ അനുഭവമുണ്ട്. We in the Christian life, we go through an experience of the mountain of spices. രണ്ടാമത് ഒരു ദുർഘട പർവ്വതത്തിന്റെ അനുഭവമുണ്ട്. Secondly, we go through a mountain of challenges. ഈ രണ്ട് പർവ്വതങ്ങളിലൂടെയും ഒരു ദൈവവൈതൽ അവന്റെ ക്രിസ്തീയ ജീവിതയാത്രയിൽ അവൻ കടന്നു പോകേണ്ടതാകും. These two mountains are two different tracks that a child of God in his Christian life should go through. ആ പരിമള പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ Talk about the mountain of spices. ഉത്തമഗീതത്തിലുടനീളം അനുഗ്രഹിക്കപ്പെട്ട സൗരഭ്യം വിതറുന്ന അനേക അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. When we glance across the pages of Song of Solomon, we come across different experiences where fragrance is given out. അവിടുത്തെ മലഞ്ചെരിവുകളിൽ മൂരും കുന്തിരിക്കവും ലവംഗവും പൊടിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We come across the peaks of the mountain where myrrh and all the other spices are brought forth. നർബശിയും ഗുൽഗുലുവും ഹൽബാനപ്പശയും നിർമ്മല സാമ്പ്രാണിയും ഉള്ളതായ ഒരു പർവ്വതത്തെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കും. We come across a mountain with cinnamon, with sapphire, with aloes and all different kinds of spices. ക്രിസ്തീയ ജീവിതത്തിൽ സൗരഭ്യപൂർണമായ ഒരു പർവ്വതത്തിന്റെ അനുഭവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. We are able to behold a mountain filled with spices, indicating the Christian life. ഇവിടെ പരിമള പർവ്വതം എന്ന് പറയുമ്പോൾ Here, the mountain of spices mean നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതത്തെയാണ് ഇത് വെളിപ്പെടുത്തി കാണിക്കുന്നത്. it speaks about the life of Lord Jesus Christ. 45-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we turn to Psalm 45 verse number 8, നമ്മുടെ കർത്താവിന്റെ വസ്ത്രത്തെക്കുറിച്ച് ആലങ്കാരികമായ ഭാഷയിൽ അവിടെ വിവരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. in figurative terms, we come across the portrait of the attire worn by Lord Jesus Christ. മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് അവന്റെ വസ്ത്രമെല്ലാം സുഗന്ധമായിരിക്കുന്നു എന്ന് നമ്മുടെ വായിക്കുന്നു. All his garments smell of myrrh, aloes, cassia, out of the ivory palaces. ക്രിസ്തുവിന്റെ സൗരഭ്യത്തിൽ ജീവിക്കുന്നതായ ഒരു അനുഭവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയാണ്. An experience of subsisting in the fragrance of Christ is put across here. ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെയുള്ളതായ ആ ജീവിതം എന്ന് പറയുമ്പോൾ The Christian life joining Christ is, അത് സന്തോഷം നിറഞ്ഞതായ ഒരു അനുഭവമാണ്. that is an experience cladded with joy. അത് മാധുര്യം നിറഞ്ഞതായ ഒരു ജീവിതത്തിന്റെ അനുഭവമാണ്. That is a life which is an embodiment of sweetness. അവിടെ ആരാധന നമുക്ക് കാണുവാൻ സാധിക്കും. We come across worship there. അവിടെ പ്രാർത്ഥനയുടെ അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. Whispers of prayer fill the place. അവിടെ ദൈവത്തിന്റെ വചനങ്ങളെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. The voice of God echoes over there. അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. The Holy Spirit of God hovers there. സുഗന്ധവർഗ്ഗങ്ങളിൽ സന്തോഷത്തിന്റെ അനുഭവത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. We come across moments of joy that are provided by the spices. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ബന്ധങ്ങളിലും ആരാധനയിലും ക്രിസ്തുവിനെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. In our works, in our deeds, in our relationship, in our worship and praises, we can feel Christ. ഒരു ദൈവവേദന ആത്മീകമായി പരിമള പർവ്വതത്തിലായി തീരുക എന്ന് പറയുമ്പോൾ Spiritually, a child of God converted into a mountain of spices ഒരു means ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിൽ അവൻ ആയിരിക്കുന്ന അവസ്ഥയാണ്. it speaks about a spiritual experience in which he's engrossed in an experience of joy. അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വാസന അവിടെ വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. The fragrance of the love of God fill the air. ദൈവ പരിജ്ഞാനത്തിന്റെ വാസന അവിടെ വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കും. The fragrance of the understanding of God stock the place. അവിടെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. Joy, peace, tranquility are spread there. അവിടെ നീതിയും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. Righteousness and holiness take the center spot. അവിടെ ക്ഷമയും സൗമ്യതയും നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. Patience and meekness are the spotlight. അവിടെ പ്രത്യാശയും വിടുതലുകളും അനുഭവിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. Hope and
deliverance is promised there. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നായി നടക്കുന്നതായ ഒരവസ്ഥ. Oh, the experiences of walking together in the love of Christ. ക്രിസ്തുവിന്റെ സൗരഭ്യത്തിൽ സഭ ആയിരിക്കുന്നതായ അവസ്ഥ. The church being in the fragrance of Christ. വിശുദ്ധ പൗലോസ് പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിച്ചുപോകുന്നവരിടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സൗരഭ്യവാസനയാകുന്നുവെന്ന്. Saint Paul is saying that we are a fragrance of God unto the death and those who are alive. ഞങ്ങളെ കൊണ്ട് എല്ലായിടത്തും അവരുടെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നതായ ദൈവം. Through us the fragrance of the understanding of God is revealed to all that God. ആകയാൽ വിശ്വാസത്തിലേക്ക് ഒരു ദൈവപൈതൽ കടന്നു വരുമ്പോൾ, Therefore, when a child of God paves the way unto faith, അവന്റെ ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതം പരിമള പർവ്വതത്തിലെ അനുഭവമാണ്. his life with Christ is in the mountain of spices. അവിടെ ദൈവികമായ വിടുതലുകൾ അനുഭവിക്കാൻ സാധിക്കും. Divine deliverance he can feel അവിടെ there. പ്രാർത്ഥന അഭിഷേകം ഉണ്ടായിരിക്കും. Prayer and anointing is there. അവിടെ ആത്മനിർഭം സന്തോഷം ഉണ്ടായിരിക്കും. Spirit-filled life and joy is അവിടെ there. ദൈവിക രോഗശാന്തി അനുഭവിക്കുവാൻ സാധിക്കുന്നു. He can experience divine healing there. അവിടെ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ സാധിക്കുന്നു. Grace of God can be touched there. പ്രാർത്ഥനയും പക്ഷപാതം അനുഭവിക്കുവാൻ സാധിക്കുന്നു. Prayer and interceding can be felt there. അവിടെ ഗുൽഗുലും ഹൽബാന പശ അനുഭവിക്കുവാൻ We സാധിക്കുന്നു. come across aloes and cassia there. അവിടെ ചന്ദനത്തിന്റെയും ലവംഗത്തിന്റെയും സൗരഭ്യം അനുഭവിക്കുവാൻ The സാധിക്കുന്നു. fragrance of cedar and sapphire can be felt അവിടെ there. മൂറും സുഗന്ധവർഗ്ഗങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നു. Myrrh and frankincense can be smelt there. ക്രിസ്ത്യ ജീവിതത്തിലൊരു പരിമള പർവ്വതത്തിന്റെ അനുഭവം നമുക്കുണ്ട്. There is an experience of the mountain of spices in the Christian life. പക്ഷേ ആ പാതകളിലൂടെ മാത്രം നമ്മൾ കടന്നുപോയാൽ പോരാ. But that is not the sole track reserved for us. രണ്ടാമത് ഒരു ദുർഘട പർവ്വതത്തിന്റെ അനുഭവത്തെ കുറിച്ചോടെ പറഞ്ഞിരിക്കുന്നു. Secondly, we come across the mountain of better/challenging mountain. അവിടെയും ആ ശുനേംഗാരത്തെ വിളിച്ചു പറയുന്നത്, Even there the Shunammite woman says out, ദുർഘട പർവ്വതങ്ങളിലും നിശ്ചർമാനും കലക്കുട്ടിക്കും തുല്യനായി ഓടി വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. even to the mountain of Bethel, run like a roe, run like a young hart. ദുർഘട പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ The mountains of Bethel mean അത് കയറി പോകുവാൻ വളരെ പ്രയാസമുള്ള അനുഭവങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. speaks about daunting places to track. ക്രിസ്ത്യ ജീവിതത്തിലെ കഷ്ടതകളെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. Reveals the sufferings of Christian life. നിന്ദകളെ അപമാനങ്ങളും ഉപദ്രവങ്ങളെയും വെളിപ്പെടുത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. Unveils despise and disdain. ദുർഘട പർവ്വതങ്ങൾ എന്നുള്ളതിനെ മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ Another language for the mountain which is challenging അതൊരു is വേർപാടിന്റെ പർവ്വതം എന്ന അർത്ഥത്തിലും പ്രയോഗിച്ചിരിക്കുന്നു. that speaks about a mountain of separation. എല്ലാവരാലും വേർപെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. Separated, secluded, severed by all. ക്രിസ്ത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രമല്ല, There is not just joy and peace in Christian life. കഷ്ടതയുടെ ഒരു പാതയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. Even the path of poignancy the Lord is appointed for us. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യേശു തന്റെ ഐക്യ ജീവിത കാലഘട്ടത്തിലെ പ്രഭാഷണത്തിലെ That is why in the sermon of Lord Jesus Christ while he was in this world, യേശു ഇപ്രകാരം പ്രബോധിപ്പിക്കുകയുണ്ടായി, Jesus exhorted so, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ നിങ്ങൾ പോരാടുന്നവരായി തീരുവീൻ. strive so that you can pass inside through the narrow gate. ജീവനിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണമെങ്കിൽ For you to access life, നിങ്ങൾ കഷ്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. you should face sufferings. കയറി പോകുവാൻ പ്രയാസമുള്ള വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട വന്നേക്കാം. You should trek stairways that are hard to go through. നിങ്ങളെ കുറിച്ച് തിന്മക്കളവായി പറഞ്ഞേക്കാം. Evil things might be spoken falsely നിങ്ങളെ against നിന്ദിച്ച് you. നിങ്ങളുടെ പേര് വിടക്കെന്ന് പറഞ്ഞേക്കാം. You would be seen and despised, mocked and scoffed at, and your name would be tarnished. കർത്താവിന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകച്ചു എന്ന് പറഞ്ഞേക്കാം. For the sake of the name of God, every man would abhor you. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. You would be isolated in the walls of your family. ഫിലിപ്പ് ലേഖനം 1-29 വാക്യത്തിലെ In Philippians chapter 1 verse number 29, വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്, Saint Paul himself reminds ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, not just to believe in Christ, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. it has been gifted to us even to suffer for his name. കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം അനുഭവിക്കുന്ന ഒരു വരമായിട്ട് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. A gift is given to us to suffer for the sake of Christ. 1 തെസ്സലോനി 3 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, In 1 Thessalonians chapter 3 verse 3, Saint Paul says, കഷ്ടം അനുഭവിക്കുവാനായി നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. we are destined to suffer. വിശുദ്ധ പത്രോസ് അവന്റെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, Saint Paul is testifying from the pages of his own life. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ, Just like how Lord Jesus suffered in the flesh, നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവീൻ. you too put on that same image as a weapon. കർത്താവിന്റെ നാമനിമിത്തം ശരീരത്തിൽ കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. For the sake of the name of God, you would undergo sufferings in your body. മനസ്സിൽ കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. You might suffer in your mind. പലവിധമായ പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. Situations might knock for you to go through
different atrocities. ആരും സഹായമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. In a helpless and isolated situation you might അതുകൊണ്ട് go through. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് Therefore Christian life is, പരിമള പർവ്വതങ്ങൾ മാത്രമാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. don't fancy that it's just the mountain of spices. ദുർഘട പർവ്വതങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. You would have to pass through staggering hills. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ About the godly saints in the first century, when we learn എന്തെല്ലാം കഷ്ടങ്ങളും പീഡനങ്ങളും അവർ സഹിക്കുകയുണ്ടായി. what all sufferings, what all persecutions they suffered. അപ്പോസ്തലന്മാരൊക്കെയും രക്തസാക്ഷികളായി മരിക്കുവാനിടയായി തീർന്നു. All the apostles died as martyrs. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഒരിക്കൽ ഇപ്രകാരം പറയുകയാണ്, Apostle Saint Paul once said so. മരണവിധിയിൽ ഉൾപ്പെട്ടവനായി ഒടുക്കലത്തവനായി എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. I was sealed unto death as the final one. എന്താണ് ആ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അർത്ഥം? What are the meaning behind those words? സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് ഒരാളെ നിയമിച്ചു എന്നിരിക്കട്ടെ. Suppose Supreme Court is passing the decree of execution for a man. മരണ ദിവസത്തിന്റെ വരവ് നോക്കി ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ അവസ്ഥ എന്തായിരിക്കും? Think about the state of an accused, counting the days, waiting for the day of execution. വിശുദ്ധ പൗലോസിന് അറിയാം തന്നെയും കൊല്ലുമെന്ന്. Saint Paul is certain, I would be put to death. അവർ പത്രോസിനെ ക്രൂശിച്ചു കൊന്നു. They crucified Peter. അവർ അന്ത്രയോസിനെ ക്രൂശിച്ചു കൊന്നു. They crucified Andrew. അവർ യാക്കോബിനെ വെട്ടിക്കൊന്നു. They slew Andrew. അവർ ബർത്തലോമയെ ഗദ കൊണ്ട് അടിച്ചു കൊന്നു. They hit Bartholomew with a mace. ഫിലിപ്പോസിനെ അവർ തീയിട്ട് ചുട്ടുകൊന്നു. They burnt Philip. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയൊക്കെ ഈ വിധത്തിൽ അവർ കൊന്നുകളയുണ്ടായി. They massacred all the disciples of Christ. അതുകൊണ്ട് പൗലോസിന് അറിയുന്നില്ലെങ്കിൽ നാളെ ഞാൻ രക്തസാക്ഷിയായി മരിക്കേണ്ടി വരും. Paul knows very surely I shall die as a martyr tomorrow. AD 325 ക്രിസ്തീയ സഭയുടെ രണ്ടാമത്തെ സുന്നകദോസ് നടക്കുന്നത്. In AD 320 the second council of the Christian church was held. അതിന് നിക്യാ സുന്നകദോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. That is called the council of Syntyche. ആദ്യത്തെ സുന്നകദോസ് യെരുശലേം സുന്നകദോസ് ആയിരുന്നു. The first council was the council of Jerusalem. അത് യാക്കോബിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. That was headed by James. ഈ രണ്ടാം സുന്നകദോസാകുന്ന നിക്യാ സുന്നകദോസിനെ The council of Synia, which is the second one, രക്തസാക്ഷികളുടെ സമ്മേളനം എന്നാണ് വിളിക്കുന്നത്. that is called the conference of martyrs. ചരിത്രം പറയുന്നത് History says ഏതാണ്ട് 318 ക്രിസ്തീയ സഭയുടെ നേതാക്കന്മാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. almost 318 leaders of the Christian church was part of that council. ഈ പങ്കെടുത്തവരൊക്കെയും നോക്കുമ്പോൾ When you take a look at all the partakers, അവരൊക്കെ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായിരുന്നു. they were living martyrs of Christ. പലരും അംഗഹീനരായി തീർന്നവർ. Many became handicapped. കൈകൾ ഛേദിക്കപ്പെട്ടവര്, Hands were slain. കാലുകൾ ഛേദിക്കപ്പെട്ടവര്, Feet severed. കാതുകൾ ഛേദിക്കപ്പെട്ടവര്, Ears plucked out. ശരീരത്തിലാകമാനം മുറിപ്പാടുകൾ ഏറ്റവര്. Scars seen all over their body. ഇവർ ചേർന്നാണ് നിക്കായിൽ സുന്നകദോസ് കൂടിയത്. Together the council was held in Nicaea. കർത്താവിന്റെ നാമനിമിത്തം അനേക ഉപദ്രവങ്ങൾ അവർ സഹിക്കുകയുണ്ടായി. For the sake of the name of Christ, plethora of persecutions they went through. രക്തസാക്ഷികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ When you go through the history of the martyrs, ഹൃദയം തകർക്കുന്ന അനേക അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. heart-shredding episodes you can read. യോഹന്നാന്റെ ശിഷ്യനായിരുന്നു പോളികാർപ്പ് എന്ന് പറയുന്നുണ്ട്. Polycarp, a disciple of John, ഏതാണ്ട് 96 വയസ്സിൽ തന്നെ തീയിൽ ചുട്ടുകളയുകയാണ് ചെയ്യുന്നത്. at the age of 96 he was burned at stake. തന്നെ തീയിൽ കത്തിക്കുവാൻ വേണ്ടി പിടിച്ച് He was caught to be burnt in fire. തന്നെ ഒരു തടിക്കഷ്ണത്തോട് ചേർത്ത് വെച്ച് കെട്ടുമ്പോൾ As he was tied with a rope to the wood, വൃദ്ധനായ പോളികാർപ്പ് ഇപ്രകാരം പറഞ്ഞു, old man Polycarp quoted, "Sir, എന്നെ കെട്ടണ്ട, ഞാൻ ഓടി പോകത്തിൽ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. hey, don't tie me. I will not flee away. I'll stay here." ഇത് കണ്ടിട്ട് റോമൻ പടയാളിക്ക് തന്നോട് അനുകമ്പയുണ്ടായി. On seeing this, the Roman soldier was moved with pity. ഡൊമീഷ്യൻ കൈസറിന്റെ ഭരണകാലമാണ്. The days of Domitian Caesar. കർത്താവും ദൈവവുമായ ഡൊമീഷ്യൻ എന്ന് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. They were forced to say Lord and God Caesar. ഈ പടയാളി പോളികാർപ്പിനോട് ചോദിച്ചു, The soldier quizzed Polycarp, ഈ നസ്രായനെ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് "You deny the man of Nazarene. കർത്താവും ദൈവവുമായ ഡൊമീഷ്യൻ എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് രക്ഷപ്പെട്ടുകൂടെ? Why can't you just utter those words, Lord and God Caesar, and spare your ഓ, life?" പോളികാർപ്പ് എന്താണ് മറുപടി പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? You know the reply given by Polycarp? കഴിഞ്ഞ 80 വർഷമായി ഞാൻ ഈ യേശുവിനെ സ്നേഹിക്കുന്നു. For over 8 decades I follow അവൻ Christ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ദോഷവും ചെയ്തിട്ടില്ല. No speck of harm he has caused in my ഞാൻ life. എന്തിന് യേശുവിനെ തള്ളി പറഞ്ഞിട്ട്
ജീവിക്കണോ? Then why should I deny my Jesus and നിങ്ങളെ live? തീയിട്ടുകൊള്ളുവാൻ അവൻ കൽപ്പിച്ചു. Come on, burn me, were his words. പോളികാർപ്പ് അഗ്നിയിൽ അവന്റെ ജീവിതം ഹോമിക്കുകയുണ്ടായി. The life of Polycarp were burned in ashes. സിംബാറോസ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. I read about a woman named Sympharosa. അവൾക്ക് 5 മക്കളുണ്ടായിരുന്നു. She had 5 children. അവൾ കർത്താവ് യേശുവിൽ വിശ്വസിച്ചു. She believed in Jesus. അവളുടെ മക്കളും കർത്താവ് യേശുവിൽ വിശ്വസിച്ചു. Even her kids believed in Christ. റോമൻ നിയമപ്രകാരം അവളുടെ കുടുംബത്തെ രക്തസാക്ഷികളെ കൊല്ലുവാൻ തീരുമാനിച്ചു. The Roman decree passed the law to massacre her children. ഓരോ മക്കളെയും പിടിച്ചു കൊല്ലുമ്പോൾ As each of her child was slain, പടയാളികൾ അവളോട് ചോദിച്ചു, ഈ വിശ്വാസം ത്യജിക്കാൻ തയ്യാറാണോ? recurring questions were posed by the soldiers. Are you prepared to renounce this faith? അവൾ പറഞ്ഞില്ല, ഞാൻ യേശുവിനെ തള്ളിക്കളയത്തില്ല. She said, no, I won't deny my master Jesus. രണ്ടാമത്തെ മകനെ വെട്ടിക്കൊല്ലുമ്പോഴും ചോദിച്ചു, നിന്റെ വിശ്വാസം ത്യജിക്കുവാൻ തയ്യാറാണോ? Even when the second son was about to be beheaded, the same question, are you prepared to renounce your faith? അവൾ പറഞ്ഞില്ല, ഞാൻ യേശുവിനെ തള്ളിക്കളയില്ല. She said, no question of denying my Jesus. 3, 4, 5 കുഞ്ഞുങ്ങൾ അതുപോലെ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തി കളഞ്ഞു. 3, 4, 5, each of her kids was slain. 5ാമത്തെ കുഞ്ഞിനെയും വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ After the killing of her 5th child, സിംബാറോസ വാവിട്ട് കരയുവാൻ തുടങ്ങി. Sympharosa wailed aloud. ഇത് കരയുന്ന കണ്ടിട്ട് പടയാളി ചോദിക്കൂ, On witnessing her cry, the soldier asked, സ്ത്രീയെ, നിങ്ങളുടെ 5 കുഞ്ഞുങ്ങളെയും നിങ്ങൾ കൊല്ലുന്നത് കണ്ടിട്ട് hey, hypocrite woman, on witnessing fire for children we slay, നിങ്ങൾ വിശ്വാസം ഏറ്റു പറഞ്ഞു. you are still confessing your faith. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കരയുന്നത് എന്തിനാണ്? Now why do you weep? സിംബാറോസ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, Behold the reply of Sympharosa. കർത്താവിന് വേണ്ടി മരിക്കുവാൻ ദൈവമേ ഇനി എനിക്ക് കുഞ്ഞുങ്ങളെ തന്നില്ലല്ലോ. Oh Lord, you've not given me one more child to lay his life for you. അതോർത്താണ് ഞാൻ കരഞ്ഞത്. I'm sobbing after this thought. ദൈവമേ ഇനിയും എനിക്ക് കുഞ്ഞുങ്ങളെ തന്നായിരുന്നെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി ഒരു മരിക്കുമായിരുന്നല്ലോ. Lord, if you've given me one more child, they would have died for Jesus. അനേക രക്തസാക്ഷികളുടെ രക്തം വീണ വിശ്വാസ പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. I and you stand in the war front with the blood of millions of massacre. People are being slain and shed. ജീവിതത്തിൽ ഒരു പരിമള പർവ്വതം മാത്രമല്ല, There is not just a mountain of spices in Christian life. ദുർഘട പർവ്വതങ്ങളുമുണ്ട്. Even staggering hills are there. 20ാം നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, As we come to the 21st century, നമ്മുടെ പിതാക്കന്മാർ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. what all sufferings our forefathers went through. ഈ മലയാളക്കരയിൽ പെന്തക്കോസ്തിന്റെ പ്രസ്ഥാനം വേരൂന്നുന്ന ആദിമ കാലഘട്ടങ്ങളില്, In the initial days in the soil of Kerala, when the Pentecostal seed was sown, ഇന്ന് സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന മാന്യതയോ ബഹുമാനം അവർക്ക് ലഭിച്ചിരുന്നില്ല. the honor, the respect that we earn in the society today, they scarcely received. സമൂഹം അവരെ ഏറ്റവും ഹീനരായി കണ്ടിരുന്നു. They are considered as the vilest in the society. പെന്തക്കോസ്തിന്റെ മാർഗ്ഗം എളിയവരുടെ മാർഗ്ഗമായി കണ്ടു. They thought that the way of the Pentecostal people were of the meek ones. അവരെ സമൂഹത്തിൽ നിന്ദിക്കുവാൻ തുടങ്ങി. They were despised in the society. ഒരിക്കലും മധ്യതിരുവിതാംകൂറിൽ നടന്നൊരു വിവാഹത്തെ കുറിച്ചൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. Once in the middle part of Travancore, I've heard about a wedding. ഒരു പരമ്പരാഗതമായ സുറിയാനി ക്രിസ്ത്യൻ കുടുംബത്തിലെ In an ancient traditional Syrian Christian family, ഒരു വിവാഹം നടക്കുവാനിടയായി തീർന്നു. a marriage was solemnized. ആ വിവാഹത്തിൽ ഒരു പെന്തക്കോസ്തുകാരനായ അവിടെ അയൽവാസിയും വിളിച്ചു. On the day of the wedding, even a Pentecostal person, the neighbor, was also invited. താൻ രക്ഷിക്കപ്പെട്ട ഒരു തികഞ്ഞ ദൈവപൈതലായിരുന്നു. He was a staunch believer after the day of his salvation. അവിടെയുള്ള സുറിയാനി പാരമ്പര്യ ക്രൈസ്തവർ ചേർന്ന് രഹസ്യമായിട്ടൊരു പദ്ധതി ഇട്ടു. And the traditional Christian Syrians, they plotted a plan in secrecy. ഈ പെന്തക്കോസ്തുകാരനെ നമുക്ക് ആക്ഷേപിക്കണം. We should mock this Pentecostal man. ഇവനെ നമുക്ക് അപമാനിച്ചിറക്കി വിടണം. We should sneer and jeer him and get him out. രഹസ്യമായ പദ്ധതി അവരിട്ടു. Secret plans were hatched. കല്യാണ പന്തലിലേക്ക് എല്ലാവരും കടന്നു. Everyone came to the wedding hall. എല്ലാവരും സദ്യക്ക് വേണ്ടിയിരുന്നു. All the people sat for the food. ഇലയിട്ടവർ ചോറ് വിളമ്പി. The leaf was kept and the meal was served. കറികളെല്ലാം വിളമ്പി. All the curries were അവർ served. ഭക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ, Once they began to dine, ഈ പരമ്പരാഗതമായി സുറിയാനി ക്രിസ്ത്യാനികൾ ഒരുമിച്ച് എഴുന്നേറ്റു. there was a mass rising of the traditional Christians. അവർ ഉറക്ക വീട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു, In a loud voice they called ഈ out, പെന്തക്കോസ്തുകാരനോട് കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. we are not going to dine with this Pentecostal man. ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവനെ ഇവിടുന്ന് ഇറക്കി വിട്ടേ പറ്റത്തുള്ളൂ. You want us to dine, you kick him out. ഞങ്ങൾ ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരനോട് ഭക്ഷണം കഴിക്കത്തില്ല. We are not going to share the table with this Pentecostal man. ക്ഷണിച്ചു വരുത്തി വീട്ടുകാരനാവുന്നതെല്ലാം പറഞ്ഞവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. The keeper of the house, he tried to convince them hard, പക്ഷെ ഒരു നിമിഷം പോലും അവർ വഴങ്ങുവാൻ തയ്യാറായിരുന്നില്ല. but they were not in a mood for compromise. അവസാനം ക്ഷണിച്ചു വരുത്തിയ വീട്ടുകാരൻ ആ ദൈവപൈതലിനെ
അടുക്കൽ വന്നു. Finally, the inviter came to the child of God. സഹോദരാ, നിങ്ങളുടെ മാനം രക്ഷിച്ചേ മതിയാവും. Brother, please save our honor. നിങ്ങൾ ദയവായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. Kindly leave this place. കൈയിട്ട് ഇളക്കിയ ചോറ് കുടഞ്ഞ് വായില മടക്കി വെച്ചു. He sprinkled the rice that he started to tie and he let out. തന്റെ രണ്ടാം മുണ്ടിൽ കൈ തോർത്തിയിട്ട് കരങ്ങൾ ഉയർത്തി താൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. He wiped his hand in the towel, he praised his hands and he glorified God. ഹല്ലേലൂയ എന്നുറക്കെ വിളിച്ചുകൊണ്ട് കല്യാണപ്പന്തലിൽ നിന്ന് പുറത്തേക്ക് താൻ കടന്നുപോയി. Even then shouting hallelujah, he went past the gates of the wedding എന്നെ കേൾക്കുന്ന hall. സഹോദരി സഹോദരന്മാരെ, My dear brothers and sisters, നമ്മുടെ പിതാക്കന്മാരെന്തെല്ലാം നിന്ദകൾ സഹിച്ചു. what all were the fleet of afflictions our forefathers went ഏതെല്ലാം through. അപമാനങ്ങൾ അവർ സഹിക്കുവാനിടയായി തീർന്നു. Which all passages of scoffing they heard. ഓ കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തു വരുമ്പോൾ We've drawn to the twilight of the coming of the Lord. ഇനി ഉപദ്രവങ്ങൾ വർദ്ധിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. Henceforth sufferings will only rise. നമ്മൾ പത്രമാധ്യമങ്ങളോട് വിവിധങ്ങളാകുന്ന വാർത്തകൾ കാണുന്നുണ്ടല്ലോ. The dailies we go through news items. ക്രിസ്തീയ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. Christian worshipping halls are attacked. പാസ്റ്റർമാർ ഉപദ്രവിക്കപ്പെടുന്നു. Pastors are tortured. ദൈവമക്കളെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു. People of God are animosity in a way they അവർക്കെതിരെ are being കള്ള persecuted. കേസുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. False cases are registered against them. അവർ സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്നു, അവമാനിക്കപ്പെടുന്നു. They scoffed and put to shame in the society. നമ്മുടെ യേശുവിന്റെ ചരിത്രപ്രസിദ്ധമായ ഒലിവുമല പ്രഭാഷണത്തില് In the historic speech of Lord Jesus in the peaks of the Mount of Olives. വിശുദ്ധ മത്തായി 24:9 വാക്യത്തിൽ Matthew's Gospel chapter 29 verse number 9. അരുമനാഥൻ ഇപ്രകാരം തിരുവായി മൊഴിയുണ്ടായി. These were the words that dripped out of the tongue of the Master. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരും. As we come to the end times, കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തു വരുമ്പോൾ as we draw to the cliff of the coming of the Lord, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കൂ. those days they will give you to tribulation. അവർ നിങ്ങളെ കൊല്ലുകയും ചെയ്യും. They shall even kill you. എന്റെ നാമനിമിത്തം സകലരും നിങ്ങളെ പകയ്ക്കും. For my name everyone shall hate you. അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. He that endures till the end shall be saved. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, പരിമള പർവ്വതങ്ങളിൽ മാത്രമല്ല, not just in the mountain of ക്രിസ്ത്യ spices, ജീവിതത്തിന്റെ ദുർഘട പർവ്വതങ്ങളിലും, even in the staggering hills of Christian life, താഴ്ചകളിലും, in the lows, പ്രതിസന്ധികളിലും, in the crisis, നിന്ദകളിലും, the midst of coffee, രോഗങ്ങളിലും, sickness, ഉപദ്രവങ്ങളിലും, persecution, അവഗണനകളിലും, accidents, ഒറ്റപ്പെടുത്തലുകളിലും solitude, നമുക്ക് മലകളിൽ മാൻപേട കാലുകൾ ഉണ്ടായിരിക്കട്ടെ. we can have the feet of the hind in the hills. എന്താണ് മലകളിൽ മാൻപേട കാലുകളുടെ പ്രത്യേകത? What is the speciality of the feet of the hind in the hills? അതിവേഗത്തിൽ ഓടുവാൻ മറ്റു മൃഗങ്ങൾക്കൊക്കെ സാധിക്കും. Other animals can roam about in such swift manner. ഏറ്റവും വേഗത്തിൽ ഓടുന്ന ചീറ്റപ്പുലിയാണ്. The fastest animal is cheetah. പക്ഷെ മാൻപേടയുടെ പ്രത്യേകത എന്താണ്? Talk about hind. മലകളിലൂടെ അതിവേഗത്തിൽ ഓടുവാൻ മാൻപേടയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. Briskly in the hills, only the hind's feet can go through. ഏത് കുന്നും മലയും ചാടിക്കടക്കുവാൻ മാൻപേടയ്ക്ക് സാധിക്കും. Any hill, any mountain, any daunting passage, the hind feet can go through. ആകയാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കാലുകൾ മാൻപേട കാലുകളായിരിക്കട്ടെ. Therefore, the feet of Christians should be like the feet of the hind. പ്രതിസന്ധികളെ തളർന്നു പോകുന്നവരായി തീരരുത്. Don't be tarry in the midst of different challenges. പരിമള പർവ്വതങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Don't think that this is a world of mountain of spices. ഓ, നമ്മുടെ ദുർഘട പർവ്വതങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. Staggering hills are kept in store for us. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, അബ്രഹാം അവന്റെ യാത്രയുടെ രണ്ടാമത്തെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. Abraham arrives at the second point of his journey. അതാണ് ഹാരാനിലെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the experience of Haran. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു പോകാം. Let's enter the third phase. അബ്രഹാം അവന്റെ യാത്രയിൽ മൂന്നാമത് എവിടെയാണ് അവൻ ചെന്നെത്തിച്ചേർന്നത്? Which was the third place where Abraham alighted in his journey. ഉൽപ്പത്തി പുസ്തകം 12-6 വാക്യത്തിലേക്ക് വരുമ്പോൾ Turn to book of Genesis chapter 12 verse 6. അവിടെ ശെഖേമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. We come across Shechem there. വായിച്ചാട്ടെ. Let's go through. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. നോക്കുക, അബ്രഹാം ശെഖേം വരെ ചെന്നുവെന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. Abraham passed through the land of Shechem. എന്താണ് ശെഖേമിന്റെ പ്രത്യേകത? What is the speciality of Shechem? കനാൻ നാടിന്റെ അതിരാണ് ശെഖേം എന്ന് പറഞ്ഞിരിക്കുന്നത്. The border of the land of Canaan is Shechem. ഏതാണ്ട് അബ്രഹാം വാഗ്ദത്ത നാട്ടിൽ കാലൂന്നിയിരിക്കുകയാണ്. Abraham now has set his foot on the land of Canaan. വാഗ്ദത്ത നാട്ടിൽ ആദ്യം അവൻ കാലൂന്നിയ സ്ഥലമാണ് ശെഖേം എന്ന് പറഞ്ഞിരിക്കുന്നത്. The first place in which he kept his foot in the
land of Canaan is Sikkim. യെരൂശലേമിന് 35 മൈൽ വടക്കാണ് ശേഖേമിന്റെ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. 35 miles north to the land of Jerusalem is Sikkim. പുതിയ നിയമത്തിൽ ഈ പട്ടണത്തെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. In the New Testament, this particular land is known in another name. യോഹന്നാന്റെ സുവിശേഷം 4-5 വാക്യത്തിലേക്ക് വരുമ്പോൾ, Turn to John's Gospel, chapter 4, the 5th verse. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശമര്യ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതായ ഒരു സംഭവത്തെ കാണുവാൻ സാധിക്കും. We come across the context of the conversation between Jesus and the woman of അവിടെ ആ Samaria. പട്ടണത്തെ സുഖാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. There the city is called Sychar. ഈ പുതിയ നിയമത്തിൽ സുഖാർ എന്ന് പറയുന്ന പട്ടണമാകുന്നു. The city of Sychar in the New Testament. പഴയ നിയമത്തിൽ ശേഖേം എന്ന് നമുക്ക് കാണുവാൻ In സാധിക്കും. the Old Testament known as Sikkim. ഈ ശേഖേം എന്ന വാക്കിന്റെ അർത്ഥം, Pick the meaning of the term Sikkim. അതിന്റെ അർത്ഥം ഭുജം എന്നാകുന്നു. It means arm. തോൾ എന്ന അർത്ഥവും അതിനുണ്ട്. It has also got the meaning shoulder. ക്രിസ്ത്യ ജീവിതത്തിൽ ഭുജം അഥവാ തോൾ എന്ന് പറയുമ്പോൾ Arm or shoulder in Christian life means അത് വഹിക്കുന്നതും ചുമക്കുന്നതുമായ അനുഭവത്തെ വെളിപ്പെടുത്തി that കാണിക്കുകയാണ്. shows an experience of bearing, carrying. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മെ വഹിക്കുന്നതും ചുമക്കുന്നതുമായ അനുഭവമുണ്ട്. There is an experience of we are being borne and we are carried in Christian life. അവിടെ അബ്രഹാം എത്തിക്കഴിഞ്ഞപ്പോൾ Once Abraham reached there, അവിടെ അവനൊരു യാഗപീഠം പണിതു. he built an altar. യഹോവയുടെ നാമത്തിൽ അവിടെ അവരെ ആദ്യമായിട്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. In the name of the Lord, he begins worship there. ആരാധികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടതായ അബ്രഹാം, The man set out of the idolaters, Abraham. അവൻ ശേഖേമിലെത്തി ആദ്യമായിട്ട് ആരാധിച്ചു. He touched Sikkim and he worshipped for the first time. അവിടെ അവന് ദൈവത്തിന്റെ കരം കാണുവാൻ സാധിച്ചു. He witnessed the hand of God there. ദൈവത്തിന്റെ താങ്ങുന്ന കരം അവൻ അവിടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. He experienced the upholding arm of God രാത്രി there. ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Tonight, my dear listeners, ദുർഘട പർവ്വതങ്ങളിലൂടെ മാത്രമല്ല നമ്മൾ കടന്നു പോകുന്നത്. no, we are not just passing through the hill that is staggered. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ശേഖേമിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. We find a Sikkim in our spiritual life. യെശയ്യാവ് 49 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, When we turn to Isaiah chapter 49 verse 16. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. Behold, I have graven you in the palm of my hand. ഇതാ ഞാൻ നിന്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. Behold, I have etched you in the palm of my hand. മലയാളത്തിൽ വരച്ചിരിക്കുന്നുവെന്നാ പറഞ്ഞിരിക്കുന്നത്. The Malayalam translation is drawn you. എന്നാൽ മൂലഭാഷയിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. But in the original language it's ഇതാ different. ഞാൻ നിന്നെ എന്റെ ഉള്ളംകരത്തിൽ കൊത്തി വെച്ചിരിക്കുന്നു. I have carved you in the palm of my hand. വരച്ചു വെച്ചിരിക്കുന്ന ഒരു പക്ഷെ മാഞ്ഞു പോയേക്കാം. Maybe what is drawn might get erased. പ്രിയ ദൈവപൈതലേ, ദൈവത്തിന്റെ ഉള്ളംകരത്തിൽ നിന്റെ പേര് കൊത്തി വെച്ചിരിക്കുകയാണ്. Dear child of God, your name is etched in the hand of God. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം നമ്മോട് വാഗ്ദത്തം ചെയ്തത്, That is why our God promised us. അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. Nobody can snatch them away from my hands. നമ്മുടെ കർത്താവിന്റെ കരത്തിൽ നമ്മെ പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. No man can pluck us out of the arms of our God. ഒരിടയനെ പോലെ അവൻ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. Like a shepherd, he leads us through. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നവനാണ്. He's the one who carries the lamb, holds them tied to his chest. ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്മീതെ വഹിക്കുന്നത് പോലെ Like an eagle carries the eaglets under his wings. അവൻ നമ്മെ വഹിച്ചു കൊണ്ടുവരുന്നവനായ ഒരു ദൈവമാണ്. Oh, he bears and then flutters us through. ഇന്ന് രാത്രി ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈ അനുഭവത്തെ മനസ്സിലാക്കണം. Tonight you must know this experience in the Christian life. നിന്നെ വഹിക്കുന്നവനായ ഒരു ദൈവം നിനക്കുണ്ട്. You have a God who bears you. നീ ചിന്തിക്കാം, You think, കർത്താവേ, നാളെ എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, God, tomorrow when I lose my health, ഞാൻ ബലഹീനനായി തീരുമ്പോൾ, when I become feeble, എന്റെ കൈകാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ, when my hands and feet are fainting, വാർദ്ധക്യം എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, when I'm struck by age, കർത്താവേ, എന്നെ ആർ താങ്ങും കർത്താവേ, Lord, who will help me tight? എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും കർത്താവേ. How will I pull through, Lord? പ്രിയ സഹോദര സഹോദരി, My dear brother and sister, കർത്താവ് നിനക്ക് വാഗ്ദത്തം തരുന്നു. God has promised you. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കുന്നവനായ ദൈവം. I'm a God who bears you till your hairs are whole. വാർദ്ധക്യത്തിൽ ഞാൻ നിനക്ക് അനന്യനായ ദൈവമാണ്. Even in your old age, I am the same ഞാൻ God. നിനക്ക് അനന്യനായ ദൈവം എന്ന് പറഞ്ഞാൽ When he says I'm an unchanging God, ഒരിക്കലും മാറിപ്പോകാത്തവനായ ദൈവം. a God who never changes. ലോകത്തിൽ നിനക്കുണ്ടായിരുന്നവരൊക്കെ നിന്നെ വിട്ടുപോയെന്നിരിക്കാം. Maybe all the dear ones in this world might abandon you. നിന്റെ മക്കൾ നിന്നെ വിട്ടുപോയെന്നിരിക്കാം. Your children might discard നിന്റെ you. ഭാര്യ നിന്നെ വിട്ടുപോയെന്നിരിക്കാം. Your wife might leave you behind. നിന്റെ ഭർത്താവ് നിന്നെ വിട്ടുപോയെന്നിരിക്കാം. Your husband might forsake you. ലോകത്തിലുള്ളവരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. All the people in my world might leave you കർത്താവ് behind. നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു, But God promises you. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Yesterday, today, tomorrow, I am unchanging.
changing. ഇന്നലെ നിന്നെ നടത്തിയ ദൈവം, I led you so far. ഇന്ന് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം, I lead you today. നാളെയും നിന്നെ നടത്തുവാൻ ശക്തൻ. Even tomorrow to lead you, I am mighty. ഇത് വിശ്വസിക്കുന്ന കരങ്ങളെ എടുത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. പ്രിയ സഹോദരി സഹോദരന്മാർ, Dear brothers and sisters, നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം തരുന്നു. our God promises us, ഞാൻ നിന്നെ വഹിക്കുകയും ചുമന്നു വിടുവിക്കുകയും I ചെയ്യും. will bear you, carry you and deliver you. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുകയാണ്. The psalmist sings so. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the Lord who carries a burden every day. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ദൈവമക്കളെ. Oh yes, our God is a God of deliverance. ഇസ്രായേൽ ജനത്തെ 40 വർഷം ദൈവം മരുഭൂമിയിലൂടെ നടത്തി. 4 decades the Lord led the Israelites through the wilderness. അവരുടെ ബലം കൊണ്ടല്ല അവർ നടന്നത്. No, they didn't walk according to their mind. ദൈവം അവരെ നടത്തുകയായിരുന്നു. God was leading them. എങ്ങനെയാണ് ദൈവം അവരെ നടത്തിയത്? How did the Lord lead them through? പകൽ വെയിൽ കൊള്ളാതിരിക്കാൻ അവർക്കൊരു മേഘത്തെ ദൈവം നിർത്തി. The Lord kept a cloud for them not to be affected by the heat of the day. രാത്രിയിൽ ശീതവും മഞ്ഞും അടിക്കാതിരിക്കാൻ ഒരഗ്നി അവൻ അവർക്ക് നിർത്തി For കൊടുത്തു. the snow and the fog not to encircle them, there was a pillar of അവരുടെ fire. വിശപ്പിന് സ്വർഗ്ഗത്തിൽ നിന്ന് മന്ന അവർക്ക് അയച്ചു He കൊടുത്തു. showered manna from the portals of heaven to keep them in their hunger. അവർ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു. When they wanted, they were given the quail. അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി കൊടുത്തു. When they were thirsty, he made water flow out of the rock. തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു And പറയുകയാണ്, the word of God proclaims, ഈ 40 സംവത്സരം നീ മരുഭൂമിയിലൂടെ നടന്നിട്ട് these 40 years you staggered in the wilderness. നിന്റെ വസ്ത്രം ജീർണിച്ചു പോയോ? Was your garment worn out? നിന്റെ കാലിൽ നീരുവണ്ണ് വീങ്ങിയോ? Was your feet swollen? നിന്റെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയോ? Was the sandals of your feet worn out? തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു, The word of God declares, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. he sends his word and heals them. ഒരു കുഞ്ഞ് അവന്റെ മാതാവിന്റെ ഭുജത്തിലിരിക്കുമ്പോൾ Just like a child in the arm of the mother, യാത്രയുടെ ദൂരം ഒരിക്കലും അവൻ അറിയുവാൻ സാധിക്കത്തില്ല. he never has a clue about the distance of the journey. നമ്മുടെ കർത്താവിന്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. We are in the palm of our God. അവൻ തന്റെ ഭുജത്തിൽ നമ്മെ വഹിക്കുന്നവനായ A ദൈവമാണ്. God who bears us in his very own arms. അവന്റെ തോളിൽ നമ്മെ ചുമക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. We have a God who bears us upon his shoulders. മേരി സ്റ്റീവ്സൺ എന്ന് പറയുന്നതായ ഒരു ക്രിസ്തീയ ഭക്തി ഉണ്ടായിരുന്നു. There was a godly Christian named Mary Stevenson. താൻ മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. She's written a gorgeous poem. ആ കവിതയുടെ ആ ഇതിവൃത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് This is a summary of the poem, ദൈവത്തിന്റെ കാൽപാദങ്ങൾ എന്നുള്ളതാകുന്നു. the footprints of God. ഒരിക്കൽ ഒരു രാത്രി ഒരു മനുഷ്യൻ ഒരു ദർശനം കണ്ടു. Once in a night, a man saw a dream. താനെന്നയോളം കടന്നു വന്ന ജീവിതത്തിന്റെ പാതകൾ, The voyage of life, the path that he trekked so ജനിച്ച നാൾ far. മുതൽ ഇന്നുവരെയും കടന്നു വന്ന വഴികളൊക്കെയും താൻ കാണുകയാണ്. From the day of the first cry till the present day, he sees in a screen the visions of his ഒരു life. കടൽപ്പുറത്തുള്ള മണലിലൂടെ നടന്നു വരുന്നത് പോലെ അവൻ കാണുന്നു. Just like how he walks through the sand on the seashore, he sees the sight. നമ്മുടെ കർത്താവ് യേശു അവനോട് കൂടെയുണ്ട്. Lord Jesus accompanied him. അവൻ നോക്കുമ്പോൾ 2 കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. He saw 2 footprints stamped on the soil. അതിനോട് ചേർന്ന് വീണ്ടും 2 കാൽപാദങ്ങൾ മണലിൽ കാണുന്നു. 2 more footprints are near that. ആ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു, That man asked Christ, കർത്താവേ, ഈ 2 കാൽപാദങ്ങൾ എന്റെ കാൽപാദങ്ങളാണ്. Lord, these 2 footprints, they're mine. പക്ഷേ വീണ്ടും 2 കാൽപാദങ്ങൾ കൂടെ ഞാൻ കാണുന്നല്ലോ. I can see 2 more footprints. അതാരുടെ കാൽപാദങ്ങളാണ്? Whose are they? കർത്താവിനോട് മറുപടി പറഞ്ഞു, God gave the response, മകനെ, നീ പോയ സകല വഴികളിലും നിന്നോട് കൂടെ ഞാനുണ്ടായിരുന്നു. Child, every path you took, I was with you. ആ കാണുന്ന കാൽപാദങ്ങൾ എന്റെ കാൽപാദങ്ങളാണ്. Those footprints, they are mine. ഞാൻ നിന്നോട് കൂടെ നടന്ന എന്റെ കാൽച്ചുവടുകളാണ് നീ കാണുന്നത്. The footsteps of me walking with you, that's what you see. അവന്റെ സന്തോഷം അവൻ അടക്കുവാൻ സാധിച്ചു. Oh, he can't contain his joy. ഞാൻ പോയ എല്ലാ വഴികളിലും എന്റെ യേശു എന്നോട് കൂടെ ഉണ്ടായിരുന്നു. All through the way, my Jesus was with me. അവൻ ആ കാഴ്ച കണ്ട് മുന്നോട്ട് പോകവേ, As he saw that sight and advanced, അല്പനേരം കഴിഞ്ഞപ്പോൾ after a while, ഒരു ജോഡി കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. just 1 pair of footprints, he was surprised. ഒരു ജോഡി കാൽപാദങ്ങൾ കാണുന്നില്ല. 1 pair of footprints have gone missing. അവൻ അത് ജീവിതത്തിന്റെ ഏത് ഭാഗമാണെന്ന് സൂക്ഷിച്ചു നോക്കി. He scrutinized, which part of my life is this? അവന് ദുഃഖമടക്കുവാൻ കഴിഞ്ഞില്ല. He can't contain his sorrow now. അവൻ അരിഷ്ടതയുടെ ആഴങ്ങളിലൂടെ കടന്നുപോയ സമയം, As he went through the tunnel of wretchedness, അവൻ രോഗിയായി തീർന്ന സമയം, when he was sick, എല്ലാവരും അവനെ കൈവിട്ട സമയം, everyone left him behind. പരീക്ഷകളിൽ അവൻ തളർന്നു പോകുമോ എന്ന് ചിന്തിച്ച സമയം, When he was skeptical, will I fail in the midst of trials? അവൻ യേശുവിനോട് അല്പമല്ലാത്തൊരു കോപവും പകയും തോന്നിയതുപോലെ അനുഭവപ്പെട്ടു. He felt a lot of bitterness and anger towards God. കർത്താവിനോട് അവൻ ചോദിച്ചു, He quizzed God, കർത്താവേ, നീ എന്താണ് ചെയ്തത്? Lord, what did you do now? എന്താ മകനെ ഞാൻ ചെയ്തത്? What, child? What are you speaking നോക്കുക, about? ഞാൻ എന്റെ ജീവിതത്തിലെ
see in my life, എല്ലാവരും എന്നെ കൈവിട്ട് കളഞ്ഞപ്പോൾ, when everyone left me, ഞാൻ അരിഷ്ടതയുടെ ആഴങ്ങളിലായപ്പോൾ, when I was in the depth of ഞാൻ തകർന്നു wretchedness, പോകുമെന്ന് കരുതിയപ്പോൾ, when I thought I'm being broken, ഇതാ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. even you left me, ഒരു Lord. ജോഡി കാൽപ്പാദങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. I can see this one pair of കർത്താവേ, footprints. നീ എന്നെ മറന്നു കളഞ്ഞതെന്താ? Lord, you too forgot me. കർത്താവിന്റെ തോൾ തട്ടി, God patted on his shoulders. മകനേ, Child, നീ ആ കാണുന്ന കാൽപ്പാദങ്ങൾ നിന്റേതല്ല, those footprints you see, that's not yours. അതെന്റെ കാൽപ്പാദങ്ങളാണ്. Those are mine. ആ സമയത്ത് നിന്നെ നടക്കുവാൻ ഞാൻ അനുവദിച്ചില്ല. In those times, I didn't let you walk. ആ സമയത്ത് നിന്നെ നടക്കുവാൻ ഞാൻ അനുവദിച്ചെങ്കിൽ നീ വീണു പോകുമായിരുന്നു. Had I permitted you to walk, you would have fallen for sure. നീ വീണു പോകാതിരിക്കുവാൻ ഞാൻ എന്റെ കരങ്ങളിൽ നിന്നെ എടുത്തു. Lest you fall, I bore you in my arms. നിന്നെ എടുത്തുകൊണ്ട് ഞാൻ നടന്നുപോയ കാൽപ്പാദങ്ങളാണ് കാണുന്നത്. I carried you and I took you for a walk. Those are the footprints you see. കർത്താവിനുള്ള സ്നേഹം കൊണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞു. His heart throbbed with the love of God. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Tonight, dear brothers and sisters heeding to me, നിന്റെ കഷ്ടതയിൽ താങ്ങുന്നതായ ഒരു ഭുജമുണ്ട്. there is an arm that upholds you in the midst of your affliction. നീ വിചാരിക്കുക എല്ലാവരും എന്നെ മറന്നു കളഞ്ഞു. You might think everyone forgot me. എന്റെ ദൈവവും കൂടെ എന്നെ മറന്നു Even കളഞ്ഞു. my God, He has forgotten me. ഇല്ല, ദൈവവൈദ്യരേ, നീ അവന്റെ കരത്തിൽ ഭദ്രമായിട്ടിരിക്കുക. No, never, child of God, you're safe in His അവന്റെ arms. കരത്തിൽ നീ കൊത്തപ്പെട്ടിരിക്കുന്നു. You are carved in His arms. അവന്റെ കയ്യിൽ നിന്നെ പിടിച്ചു പറിക്കുവാൻ ആരും സാധിക്കത്തില്ല. Nobody can pluck you out of it. തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു, The word of God says so. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, Eternal God is thy refuge. കീഴെ ശാശ്വതമായ ഭുജങ്ങളുണ്ട്. There are safe arms beneath. ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കിക്കൊള്ളണം. Tonight, you know this. നിന്റെ കീഴിൽ ശാശ്വതമായ ഒരു ഭുജമുണ്ട്. There are everlasting arms beneath you. അവൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, He calls out, ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് the enemies will be taken out from you. സംഹരിക്ക എന്ന് കൽപ്പിക്കുന്നു. He will order, kill him. നമ്മുടെ കർത്താവ് വിളിച്ചു പറയുകയാണ്, Our God says, നിന്റെ ശത്രുവിനെ നീക്കിക്കളയുവാൻ. you remove your foes. സങ്കീർത്തനക്കാരൻ ദാവീദ് ഇപ്രകാരം എഴുതി, Psalmist David wrote so. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും Though I walk through the valley of shadow of death, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. I shall fear no evil. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ല. For you are with me, Lord. ഇന്ന് രാത്രി നമുക്കൊരു ധൈര്യം ഉണ്ടാവട്ടെ. Tonight, let's have a courage. എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. My God is with me. അവന്റെ ഭുജത്തിൽ ഞാൻ വിശ്രമിക്കുകയാണ്. Oh, I rest in His arms. ശെഖേം എന്ന് പറയുമ്പോൾ Sikkim means ദൈവത്തിന്റെ ഭുജത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. shows the arms of God. ദൈവത്തിന്റെ ഭുജം എന്ന് പറയുമ്പോൾ Arm of God means അതിന് മറ്റൊരർത്ഥവും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. we come across a second meaning. ഈ ദൈവത്തിന്റെ ഭുജം എന്ന് പറയുന്നത് This arm of God അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി that കാണിക്കുകയാണ്. typifies Lord Jesus Christ. ദൈവത്തിന്റെ ഭുജം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. The arm of God is Lord Jesus Christ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം Prophetical book of Isaiah. 53-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ When we turn to chapter 53, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, starting from verse 1, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? to whom is the arm of Lord? ആരാണ് ആ ഭുജം എന്ന് പറയുന്നത്? Who is that arm? അവൻ ഇളയ തൈ പോലെയും Just like a tender plant, വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും root out of the dry ground. അവന്റെ മുമ്പാകെ വളരുന്നു. He grows before him. അവന് രൂപഗുണമില്ല, He's not got any looks, അവന് കോമളത്വമില്ല, not comeliness, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. no beauty that we should desire him. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, He was despised by men, ത്യജിക്കപ്പെട്ടു, rejected, വ്യസനപാത്രമായും a man of sorrows, ദുഃഖം ശീലിച്ചവനായും ഇരിക്കുന്നു. acquainted with grief. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, Surely he bore our griefs. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. He carried our sorrows. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു, He was wounded for our transgressions, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. and he was bruised for our iniquities. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. With his stripes are we healed. യെശയ്യാ 52-ന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to Isaiah 52:10, ആ ഭുജമാകും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ that Lord Jesus Christ, the arm of God, സകല ജാതികളും കാണുക, for all nations to behold. യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കി തീർത്തിരിക്കുന്നു. The Lord had made bare his holy arm. ഇന്ന് രാത്രി ആ കാൽവറിയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാണ്. Tonight, gaze your eyes at the peaks of Calvary. സകല ജനവും കാണുക നഗ്നമാക്കി തീർത്ത യഹോവയുടെ ഭുജം. The arm of the Lord for all nations to behold. ഒരു ചുവന്ന മേലങ്കി മാത്രം ധരിച്ച് കാൽവറിയിൽ കിടക്കുന്ന യേശു, Just with a scarlet robe, Jesus hanging on the cross. അവന്റെ കരങ്ങളും കാലുകൾ ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. Cruel gold nails find homes in his hand and feet. അവന്റെ തലയിൽ നിന്ന് ഒരു മുൾക്കിരീടം വച്ചിരിക്കുന്നു. A thorny crown planted on his brow. അവന്റെ ശരീരത്തിൽ രക്തമിറ്റിട്ട്
താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. After dropping down of his body, അവന്റെ പുറകുഴിവ് ചാലുകളെ പോലെ അടിച്ചു they കയറപ്പെട്ടിരിക്കുന്നു. plowed furrows on his backside. അവന്റെ അസ്ഥികളൊക്കെ എണ്ണിയെടുക്കുവാൻ His സാധിക്കും. bones, you can number it. ക്രൂശിൽ കിടക്കുന്നവനായ യേശുവിനെ നിങ്ങളും നോക്കിയാട്ടെ. Look at Jesus hanging on the cross, നമ്മുടെ അകർച്ച നിമിത്തം തകർന്നിരിക്കുന്നവൻ, wounded for our നമ്മുടെ transgressions, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റിരിക്കുന്നവൻ. bruised for our iniquities. ഇന്ന് രാത്രി അവിശുദ്ധ ഭുജത്തെ നിങ്ങൾക്ക് നോക്കുവാൻ സാധിക്കുമോ? Tonight, can you behold that barren arm? എനിക്ക് നിങ്ങൾക്കും വേണ്ടി For you, for me, കാൽവറിയിൽ നഗ്നമാക്കപ്പെട്ട ആ വിശുദ്ധ ഭുജം, the holy arm of God made naked on the ആ cross. കർത്താവിന്റെ മുഖത്തേക്ക് നിനക്ക് നോക്കുവാൻ സാധിക്കുന്നെങ്കിൽ If you will lift your eyes into that God, തിരുവിളിച്ച് വിളിച്ചു പറയുന്നു, the scripture അവൻ heralds, നിന്റെ വേദനകളെ ചുമക്കുകയായിരുന്നു, he carries your sorrow, നിന്റെ രോഗങ്ങളെ വഹിക്കുകയായിരുന്നു. he bears your sickness. അവന്റെ മുറിപ്പാടുകളിൽ നിങ്ങൾക്ക് സൗഖ്യം കണ്ടെത്തുവാൻ സാധിക്കും. You can find healing in his scars. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. One moment, close your eyes. ഇന്ന് രാത്രി അവിശുദ്ധ ഭുജത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തിയാട്ടെ. Tonight, lift your vision to that holy നിങ്ങൾ arm. ഏതവസ്ഥയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നുവോ, Whatever be the state in which you are, കർത്താവിന്റെ കാൽവരിയുടെ ദർശനം നമുക്കുണ്ടാവട്ടെ. let us have a vision of the Calvary of അവന്റെ God. കരങ്ങളിൽ നിറ്റിച്ചു വീഴുന്ന ചോരത്തുള്ളികളെ നിങ്ങളൊന്ന് കണ്ടാട്ടെ. Look at the blood drops dropping from his hands. അവന്റെ കാലുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന വിശുദ്ധ രക്തത്തെ നിങ്ങളൊന്ന് കണ്ടാട്ടെ. Watch those holy drops from his അവന്റെ feet. വിലാപ്പുറത്തൊഴുകുന്ന രക്തത്തെ നിങ്ങളൊന്ന് കണ്ടാട്ടെ. Oh, behold the drop of blood from his അവന്റെ backside. തലയിൽ ഒഴുകുന്ന നിഷ്കളങ്കമായ രക്തത്തെ കണ്ടാട്ടെ. Look at it, the innocent blood from his brow. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു വിളിച്ചു ചോദിക്കുക, Hanging on the cross, Christ is asking, ഞാൻ ആർക്ക് വേണ്ടി ഇത്ര ഭയങ്കരമായൊരു മരണം സ്വീകരിച്ചു? who falls at a terrific death? കർത്താവ് നിന്നോട് ചോദിക്കുക, God asks you, ഞാൻ ആർക്ക് വേണ്ടി ഇത്ര ഭയങ്കരമായൊരു മരണം for സ്വീകരിച്ചു? whose child said a wretched death I went through? ഇന്ന് രാത്രി നീ ഹൃദയം തകർന്ന് കർത്താവിനോട് പറഞ്ഞു, Tonight, with a shattered heart, reply to കർത്താവേ, നീ God, എന്റെ നിമിത്തമാണ് തകർക്കപ്പെട്ടത്, for me, God, you were നീ broken. എന്റെ നിമിത്തമാണ് മുറിവേറ്റത്, For me, you were wounded, Lord, എന്റെ പാപം ക്ഷമിക്കുക, for the forgiveness of my എന്നെ sin, ഒരു ദൈവവൈതലാക്കി തീർക്കുവാൻ to വേണ്ടി, make me a child of എന്നെ God, നീതീകരിക്കുവാൻ വേണ്ടി, to justify me, എന്റെ ജീവനെ വീണ്ടെടുക്കുവാൻ to വേണ്ടി, redeem my എന്നെ life, വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, to sanctify me, എന്നെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കുവാൻ to വേണ്ടി, make me an inheritor of heaven. കർത്താവേ, എന്റെ രോഗങ്ങൾക്ക് വിടുതൽ തരുവാൻ Oh Lord, to heal my sickness. ഇന്ന് രാത്രി നീ വിശ്വസിച്ച് Tonight you believe, അത് ഏറ്റുപറയാമെങ്കിൽ, when you നീ confess, ഏതവസ്ഥയിൽ കടന്ന വ്യക്തിയാണെങ്കിൽ whatever be the state in which you are, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് മടങ്ങിപ്പോകാം. you can witness the work of God. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരവിടെ The വ്യാപരിക്കുകയാണ്. healing hand of God works ആ here. വിശുദ്ധ ഭുജം ഇവിടെ നീട്ടുകയാണ്. Oh, the holy arm is stretched ആ ഭുജം here. നിന്നെ തൊടുവാനിടയായി തീരട്ടെ. May that hand touch you. അവന്റെ രക്തത്തുള്ളികൾ നിന്റെ ശിരസിൽ പതിക്കുവാനിടയായി തീരട്ടെ. May the drops of blood be sprinkled on your head. രോഗത്തിന്റെ ബന്ധനം അടിഞ്ഞു മാറുവാനിടയായി തീരട്ടെ. May the bands of sickness be cut off. വിശ്വസിച്ച ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. You believe and pray to God. യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ. Oh Jesus, heal me. നസ്രായ, എന്നെ സൗഖ്യമാക്കണമേ. Nazarene, heal ഇന്ന് me. രാത്രി കരയുവാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ Tonight, if you would wait, നിശ്ചയമായിട്ട് നിനക്ക് സൗഖ്യം കാണുവാൻ, surely you can see healing. അവന്റെ മുറിപ്പാടുകളിൽ നമുക്ക് സൗഖ്യമുണ്ട് ദൈവമക്കളെ. By his stripes you were healed. ഗൊൽഗൊത്ത മലമേൽ കയറിടുന്നേ നാഥൻ, ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട്. ഗൊൽഗൊത്ത മലമേൽ കയറിടുന്നേ നാഥൻ, ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട്. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. നിന്നെ കാൽവരിയിലേക്ക് നോക്കിക്കൊണ്ട് പാടിയാണ്. വീണ്ടെടുപ്പാൻ സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. പാപമറിയാത്ത പരിശുദ്ധനേശുവിൻ പാപങ്ങളകിലവും ചുമന്നുകൊണ്ട്. പാപമറിയാത്ത പരിശുദ്ധനേശുവിൻ പാപങ്ങളകിലവും ചുമന്നുകൊണ്ട്. പാതകനെ പോർത്തുന്നിടും നീതാ, പരിശുദ്ധനാക്കി നിന്നെ സ്വർഗ്ഗേ ചേർക്കുവാൻ. പാതകനെ
ബദ്ധനാക്കി നിന്നെ സ്വർഗ്ഗേ ചേർക്കുവാൻ ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ശേഖേം എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. There is another meaning for Shechem. 60-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to Psalm 60, verse number 6, അവിടെ ദാവീദ് ഇപ്രകാരം പറയുകയാണ്, David is saying so. ഞാൻ ശേഖേമിനെ വിഭാഗിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. I will divide Shechem. ഞാൻ ശേഖേമിനെ വിഭാഗിക്കും. I will divide Shechem. വായിച്ചാട്ടെ. Let's go through. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് നോക്കുക, ശേഖേമിനെ വിഭാഗിക്കും എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. I will divide Shechem. എന്താണ് ഇവിടെ ശേഖേമിനെ വിഭാഗിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by partitioning Shechem? ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ Through Moses, when the children of Israel were given the ആവർത്തന laws, പുസ്തകം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലെ in Deuteronomy chapter 11, verse number 29, ദൈവം മോശയോട് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. God made a law condition to Moses. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് യഹോവ നിന്നെ കടത്തിയ ശേഷം After the Lord has brought thee to the land in which you shall inherit, നീ ശേഖേമിൽ എത്തിച്ചേരുമ്പോൾ when you reach Shechem, അതിനെ രണ്ടായിട്ട് വിഭജിക്കണം. it shall be divided into two. അവിടുന്ന് രണ്ട് വഴികളായിട്ട് തിരികെയാണ്. Two ways open there. ഒന്ന് ഗെരിസീം പർവ്വതത്തിലേക്കുള്ള വഴി, One, the way to the Mount of Gerizim, രണ്ട് ഏബാൽ പർവ്വതത്തിലേക്കുള്ള വഴി. and secondly, to the Mount of Ebal. ഗെരിസീം പർവ്വതം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ പർവ്വതമാണ്. Mount Gerizim is the Mount of blessing. ഏബാൽ പർവ്വതം എന്ന് പറയുന്നത് ശാപത്തിന്റെ പർവ്വതമാണ്. Mount Ebal is the Mount of curse. അതിന്റെ 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ആവർത്തനം 27-12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, When we turn to Deuteronomy chapter 27, verses 12 and 13, ദൈവം മോശയോട് പറഞ്ഞു, God told Moses, നീ ഈ ശേഖേമിനെ രണ്ടായി വിഭജിച്ച ശേഷം after dividing Shechem into two, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ രണ്ടായിട്ട് വിഭജിക്കണം. you should also divide the 12 tribes of Israel into 6 two. ഗോത്രങ്ങളെ ഗെരിസീം പർവ്വതത്തിൽ നിർത്തണം. 6 should be made to stand upon the Mount of Gerizim. ഒന്ന് ശിമയോൻ, 1 Simeon, 2 ലേവി, secondly Levi, 3 യഹൂദ, thirdly Judah, 4 ഇസ്സാഖർ, Issachar, 5 ജോസഫ്, Joseph, 6 ബെന്യാമീൻ. 6 Benjamin. ഇത്രയും പേരെ നീ ഗെരിസീം പർവ്വതത്തിൽ നിർത്തണം. These 6 make them stand upon Mount അവരോട് Gerizim. പറയണം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുവാൻ. Ask them to bless the children of Israel. അടുത്ത 6 ഗോത്രങ്ങളെ നീ ഏബാൽ പർവ്വതത്തിൽ നിർത്തണം. Next 6 make them stand on the Mount of Ebal. അത് രൂബേൻ, Reuben, 2 ലേവി, 2 ഗാദ്, Gad, 3 ആശേർ, Asher, 4 ദാന്, Dan, 5 സെബൂലൂൻ, Zebulun, 6 നഫ്താലി. and Naphtali. ഈ 6 ഗോത്രങ്ങളെ നീ ഏബാൽ പർവ്വതത്തിൽ നിർത്തണം. These 6 tribes make them stand on Mount Ebal. അവർ ഇസ്രായേൽ മക്കളെ ശപിക്കണം. They will curse the children of Israel. 6 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുവാൻ ഗെരിസീം പർവ്വതത്തിൽ നിർത്തണം. 6 on the Mount of Gerizim to bless the people of Israel, 6 ഗോത്രങ്ങളെ ശപിക്കുവാൻ ഏബാൽ പർവ്വതത്തിൽ നിർത്തണം. and 6 to curse in the Mount of Ebal. ശേഖേമിൽ എത്തിച്ചേരുമ്പോൾ വഴി രണ്ടായിട്ട് തിരിയണം. Once you reach Shechem, the way should be divided into two. യോശുവയുടെ കാലത്ത് ശേഖേം പിടിച്ചെടുത്തു. In the days of Joshua, he captured Shechem. യോശുവ 8:30 വരുമ്പോൾ, When in Joshua 8:30, യോശുവ മോശയുടെ ന്യായപ്രമാണ പ്രകാരം according to the law of Moses, Joshua, ഏബാൽ പർവ്വതത്തിൽ കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിതു. he prepared an altar out of stone in the Mount Ebal. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ As mentioned in the law, ചെത്താത്ത കല്ലുകൾ കൊണ്ടൊരു വലിയ യാഗപീഠം പണിതു. out of uncarved stones he built a huge altar. ആ യാഗപീഠത്തിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. Burnt offerings and peace offerings were made there. യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ പകർപ്പ് കൊണ്ടുവന്നിട്ട് And a copy of the law of God was brought അതിൽ there. അനുഗ്രഹവും ശാപവും അതിന്റെ കല്ലുകളിൽ എഴുതി വെച്ചു. Blessings and curses were written on the stones. അതിനുശേഷം ഇസ്രായേൽ ജനത്തെ After the children of Israel, ഈ പെട്ടകത്തിന്റെ ഇടത്തും വലത്തുമായിട്ട് നിർത്തി. they were made to stand on the left and right of ഒരു the ark. വിഭാഗം ജനത്തെ ഏബാൽ പർവ്വതത്തിന്റെ വശത്ത്, One group on the Mount Ebal, ഒരു വിഭാഗം ജനത്തെ ആ ഗെരിസീം പർവ്വതത്തിന്റെ വശത്ത്, and one on the side of the Mount Gerizim. 2 വശത്തുമായിട്ട് മാറ്റി നിർത്തിയിട്ട് They were asked to stay on 2 sides. ദൈവത്തിന്റെ വചനത്തിലുള്ള അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. The catalog of the verses of God regarding blessings and curses were pronounced there. എന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, Then it was added to the children of Israel. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, When we turn to Deuteronomy chapter 30, verse number 9, തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ്. the choice is yours. ശേഖേം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇടമാണ്. Shechem is a place of election. അവിടെ ദൈവം പറയുകയാണ് ചെയ്യുന്നത്, God says, ജീവനും മരണവും life and death, അനുഗ്രഹ
അനുഗ്രഹവും ശാപവും blessing and curse. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. Lo, I kept before you. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിനക്കുള്ളതാണ്. The freedom to choose is all yours. ശെഖേം എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥലമാണ്. Shechem speaks about a place of election. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നവരായിരിക്കണം. We should do a choosing in our Christian life. നമ്മൾ ജീവനിലേക്കും അനുഗ്രഹത്തിലേക്കും പോകണോ? We should go to life or blessing, അതോ ശാപത്തിലേക്കും മരണത്തിലേക്കും പോകണോ? or whether to curse and death. തെരഞ്ഞെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. The election is yours. വിശുദ്ധ മത്തായി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we turn to Saint Matthew chapter 7, 13-14 വാക്യങ്ങളിൽ verses 13 and 14, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവും അത് വെളിപ്പെടുത്തി പറയുന്നുണ്ട്. Lord Jesus Christ is unveiling that thing over there. ജീവനിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, There is a way to life മരണത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, and a way to death. ജീവനിലേക്ക് പോകുന്ന വാതിൽ വളരെ ഇടുക്കമുള്ളതാണ്. Straight is the gate to life, വഴി വളരെ ഞെരുക്കമുള്ളതാണ്. and the way is very narrow. അത് കണ്ടെത്തുന്നത് വളരെ ചുരുക്കമാണ്. Few people find it out. എന്നാൽ വിനാശത്തിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്, But there is a gate to destruction, ശാപത്തിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്. a gate to അത് curse. വളരെ വിശാലവും വീതിയുള്ളതുമാണ്. That is wide and അത് expansive. കണ്ടെത്തുന്നത് വളരെ അധികമാണ്. Many find it. ഇന്ന് രാത്രി Tonight, നമ്മുടെ ആത്മീയ ജീവിതത്തില് in our spiritual life, ശെഖേമിൽ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തണം. we should do an election in Shechem. നിങ്ങൾ ജീവന്റെ മാർഗം തെരഞ്ഞെടുക്കുമോ? Will you choose the way of life, അതോ മരണത്തിന്റെ മാർഗം തെരഞ്ഞെടുക്കുമോ? or the way of death? അനുഗ്രഹത്തിന്റെ മാർഗം തെരഞ്ഞെടുക്കുമോ? The way of blessing, അതോ ശാപത്തിന്റെ മാർഗം തെരഞ്ഞെടുക്കുമോ? or the way of curse? തിരുവെഴുത്തിൽ അനേക ജീവന്റെയും മരണത്തിന്റെയും വഴികളെ കുറിച്ച് കാണുവാൻ സാധിക്കും. We come across different ways of life and death recorded in the Word of God. അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും വഴികളെ കുറിച്ച് കാണുവാൻ സാധിക്കും. We come across ways of life and death. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Deuteronomy chapter 27 verse 16, ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, God told unto the Israelites, ആരെങ്കിലും നിങ്ങളുടെ അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുകയാണെങ്കിൽ if any man is despising your father and mother, അവൻ മരണത്തെ തിരഞ്ഞെടുക്കുന്നവനായിരിക്കും. he will choose death. അവൻ ശാപത്തെ തിരഞ്ഞെടുക്കുന്നവനായിരിക്കും. He chooses curse. അതുകൊണ്ട് തിരുവെഴുത്ത് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, Therefore the word of God says so, നിനക്ക് നന്മയുണ്ടാകുവാനും for you to be good, നീ ദീർഘായുസ്സോടിരിക്കുവാനും for you to live long, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവനായിരിക്കും. honor your father and your mother. ഇവിടെ നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താം. Here we can do an election. നിങ്ങൾ ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കുമോ? Will you choose the way of life, മരണത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമോ? or will you choose the way of death? അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ മരണത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നു. He that despises the father or mother chooses the way of അവൻ death. ശാപത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നു. He opts for the way of curse. എന്നാൽ നിനക്ക് നന്മയുണ്ടാകുവാനും But for you to become good, നീ ദീർഘായുസ്സോടിരിക്കുവാനും for you to live for prolonged നിന്റെ days, അപ്പനെയും അമ്മയും ബഹുമാനിക്കുവാൻ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുന്നു. God proceeds the commandment to honor your father and your mother. ആവർത്തന പുസ്തകം 22-15 വാക്യത്തിലേക്ക് വരുമ്പോൾ Deuteronomy 22:15, ദൈവം ഇപ്രകാരം പറയുകയാണ്, God says so, ശില്പിയുടെ കൈപ്പണിയായി കൊത്തിയ the work of the ഒരു sculptor, വിഗ്രഹം വാർത്തോ കൊത്തിയോ ഉണ്ടാക്കി if you make any graven image, അതാരും അറിയാതെ രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. he that installs it secretly, he is cursed. ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, When God gave the laws unto the children of Israel, he said നിങ്ങൾ so, നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. you take heed and preserve it. ഹോരേബിൽ തീയുടെ നടുവിൽ In the midst of the fire in Horeb, ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ when I appeared to you, നിങ്ങൾ ഒരു രൂപവും കണ്ടില്ലല്ലോ. you didn't see any image, right? അതുകൊണ്ട് ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. Therefore do not make any idol of anything, ആണിന്റെയോ പെണ്ണിന്റെയോ വിഗ്രഹം ഉണ്ടാക്കരുത്. no idol of man or woman. ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും വിഗ്രഹം അരുത്. Don't create an image of any beast in the world, ആകാശത്ത് പറക്കുന്ന പക്ഷികളുടെ അരുത്. no image of the fowls in the air, ഇഴജാതികളുടെയോ മത്സ്യങ്ങളുടെയോ വിഗ്രഹം ഉണ്ടാക്കരുത്. no image of the creatures or the fishes. നീ അതുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. You should not create it and do evil. ചില വർഷങ്ങൾക്കപ്പുറത്ത് Some years earlier, മലേഷ്യയിൽ നടന്നൊരു സംഭവം in Malaysia, ഞാൻ ഇപ്രകാരം വായിക്കുവാനിടയായി. I read an incident. ഒരു തമിഴ് ക്രിസ്ത്യൻ ഫാമിലി A Tamil Christian ഒരു family, മലേഷ്യയിൽ സെറ്റിൽഡ് ആയിരുന്നു. they settled in Malaysia. അവർക്ക് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. They had a 13-year-old daughter. അവര് പെന്തക്കോസ്ത് കുടുംബമായിരുന്നു. They were a Pentecostal family. ഈ പെൺകുട്ടിക്ക് ഒരു അസാധാരണമായ രോഗം, There was a unique sickness for this അവൾക്ക് particular girl. കഠിനമായ ആസ്മ രോഗം. She was troubled with asthma. ഏതെല്ലാം ആശുപത്രികളിൽ ഈ ശബ്ദം മാറ്റല്ലേ മോനെ, ശബ്ദം മോണ്ടർ ബോക്സ് കറക്റ്റ് ചെയ്ത
ഏതെല്ലാം ഹോസ്പിറ്റലുകളില് അവർ ചികിത്സിച്ചിട്ടോ കുഞ്ഞിന്റെ രോഗം മാറുന്നില്ല. She sought asylum, knocking the doors of many hospitals, but no betterment to the sickness. എത്രയോ ആശുപത്രി കൊണ്ടുപോയി കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തു. The child was taken to many hospitals and treated, കുഞ്ഞിന്റെ രോഗത്തിന് ഒരു ശമനവും വരുന്നില്ല. but no subsiding to the disease. ആസ്മാരോഗത്താൽ ആ കുട്ടി വലയുകയാണ്. The child is very because of asthma. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സംഭവം ഉണ്ടായി. Meanwhile, an incident took ചെന്നൈയിൽ place. നിന്നും From Chennai, വിദഗ്ധനായ ഡോക്ടർ മലേഷ്യ സന്ദർശിക്കും. an expert doctor visited Malaysia. താൻ ഈ ഹൃദയ സംബന്ധമായ വാൽവ് സംബന്ധമായ അല്ലെങ്കിൽ ഈ പൾമണറി സിസ്റ്റത്തിന്റെ വിദഗ്ധനായ ഡോക്ടറായിരുന്നു. He was an expert in cardiology and pulmonary. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് അവരെടുത്തു. They took the appointment of this guy. തനിക്കൊരു പ്രത്യേകതയുണ്ട്. He had a speciality. താനൊരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. He was a Pentecostal believer. നല്ല പ്രാർത്ഥിക്കുന്ന കൃപാവരമുള്ള ഒരു ദൈവഭക്തൻ. A fine, praying, gifted child of God. അപ്പോൾ തന്നെ താനൊരു ഡോക്ടറായിരുന്നു. Meanwhile, he was also a particular doctor. നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ഈ പെൺകുട്ടിയുമായി മാതാപിതാക്കൾ അവിടെ ചെന്നു. In the appointed day with the girl, the parents visited the അവളെ doctor. ട്രീറ്റ് ചെയ്തതായ എല്ലാ ഡോക്യുമെന്റുകളും കൊടുത്തു. All the documents were submitted there. ആ കുട്ടിയുടെ രോഗം ഒരു അദ്ദേഹത്തെ ധരിപ്പിച്ചു. And the details of the sickness was also narrated. ഇതെല്ലാം പരിശോധിച്ച ശേഷം After doing a thorough examination, ഡോക്ടറെ ഇപ്രകാരം പറഞ്ഞു, the doctor said so. നിങ്ങൾ ദൈവമക്കളല്ലേ, You're the children of God. ഞാന് ചികിത്സയ്ക്ക് മുമ്പ് Before treating, ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. I'm going to pray for this child. അവർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. They said, fine, pray. ആ ഡോക്ടർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. The doctor prayed for the child. പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ ഒരു സ്വപ്നം കാണുകയാണ്. In the midst of the prayer, the doctor ഒരു beholds ദർശനം a കാണുകയാണ്. vision he beholds. ഇതാ ഒരു കറുത്താന, Here, a black elephant. ഒരു കറുത്താനയുടെ രൂപം. A black colored elephant's image. ഡോക്ടർ ഇപ്രകാരം ചോദിച്ചു, Doctor asked, നിങ്ങളുടെ വീട്ടില് ഒരു കറുത്താനയുടെ രൂപം ഇരിപ്പുണ്ടോ? hey, is there an image of a black elephant in your house? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്, വിഗ്രഹം വെക്കത്തില്ല. They said, no, we don't keep idols in our houses. We're Pentecostal believers. പക്ഷെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരു കറുത്ത ആനയുടെ രൂപം ഇരിപ്പുണ്ടെന്ന്. No. God reveals to me there is an image of a black elephant there. പക്ഷെ അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഒരിക്കലും വിഗ്രഹം വെക്കുന്ന കൂട്ടത്തിലല്ല. They refused. We never install idols. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. Doctor said, fine, let me pray again. ഡോക്ടർ വീണ്ടും പ്രാർത്ഥിക്കുമ്പോഴും ആനയുടെ രൂപം തെളിഞ്ഞു നിൽക്കുകയാണ്. Same prayer, same image appears. ഡോക്ടർ പറഞ്ഞു, അല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു ആനയുടെ രൂപം എവിടെയോ ഇരിപ്പുണ്ട്. Doctor outrightly said, no, there is an image of a black elephant in your house. ഏറെ നേരം സംസാരിച്ച ശേഷം After a while of talking, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു, the parents of the kid said, ഡോക്ടറെ, അത് വിഗ്രഹമൊന്നുമല്ല. Doctor, that's not an idol. പണ്ട് ഞങ്ങൾ മൈസൂരു സന്ദർശിച്ചപ്പോൾ Earlier when we visited Mysore, അവിടെ നിന്ന് ഒരു ആനയുടെ കരകൗശല വസ്തു, we took a particular showcasing material of an elephant. വസ്തുവായി ഞങ്ങളുടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. As a showcasing material, we installed it in the shelf. ഞങ്ങൾ അതിനെ പൂജിക്കുക ആരാധിക്കുകയും ചെയ്യുന്നില്ല. We don't bow, we don't worship it. ഒരു കാഴ്ച വസ്തുവായിട്ട് വെച്ചിരിക്കുകയാണ്. Just for sight, we kept it for decoration. ഡോക്ടർ പ്രകാരം മറുപടി പറഞ്ഞു, The doctor gave the reply, നിങ്ങൾക്കതൊരു കാഴ്ച for വസ്തുവാണ്. you it is a matter of decoration. പക്ഷെ ഈ കുഞ്ഞിനെ ധന്യപ്പിക്കുന്ന അശുദ്ധാത്മാവ് ആ ആനയുടെ രൂപത്തിലാണ് കുടിയിരിക്കുന്നത്. But the evil spirit that afflicts this particular child, that's in the image of the elephant. ആ അശുദ്ധാത്മാവ് ആ വിഗ്രഹത്തിൽ കുടിയിരിപ്പുണ്ട്. That evil spirit is contained in that elephant. നിങ്ങൾ പോയി അതിനെടുത്ത് തീക്കകത്തിട്ട് ചുട്ടുകളയണം. You go there, burn it in fire. ആ ആത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ പോയെങ്കിലേ കുഞ്ഞിന് സൗഖ്യം പ്രാപിക്കും. Only if that spirit quits your house, you will be delivered. അവരതനുസരിച്ചു ആ കുഞ്ഞിന് സൗഖ്യം. They obeyed his words and healing to the child. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, Dear listeners, brothers and sisters, ശേഖേം ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. Shechem is in the verge of election. നമ്മുടെ ജീവിതത്തിൽ ശാപത്തിന്റെ വഴികളെ തെരഞ്ഞെടുക്കരുത്. Don't opt for the way of curse in our lives. മരണത്തിന്റെ വഴികളെ തെരഞ്ഞെടുക്കരുത്. Don't opt for the way of death in our lives. മറ്റൊരു മരണത്തിന്റെ വഴി എന്ന് പറയുന്നത് Another way of death ഉൽപ്പത്തി is പുസ്തകം 49 അധ്യായത്തിന്റെ Book of Genesis chapter 49. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ When we turn to verses 5 to 7, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, there we read so. ശിമയോനും ലേവിയും സഹോദരന്മാരാണ്, Simeon and Levi are brethren, പക്ഷെ അവരുടെ ഉഗ്രകോപം ശപിക്കപ്പെട്ടതാണ്. but their anger that is cursed. ചിലർക്ക് ഉഗ്രമായ കോപമാണ്. Some people are kindled with wrath. ആ ഉഗ്രകോപം ശാപകരമാണ്. That fierce wrath is cursed. അടക്കുവാൻ വയ്യാത്ത കോപം മരണത്തിന് കാരണമായി തീരും. Uncontrollable anger will cause death. ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും Tonight, anyone who listens to us, ഉഗ്ര കോപത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ if you are subjected to uncontrollable anger, അത് നിങ്ങളുടെ ജീവിതത്തിലെ മരണത്തിലേക്കുള്ള വഴിയാണ്. that's the way showing death in your life. യിരെമ്യാ 17 5 വാക്യത്തിലേക്ക് വരുമ്പോൾ When we turn to Jeremiah 17 verse 5, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, there we read so. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് Casting away God, മനുഷ്യനിൽ ആശ്രയിക്കുന്നത് he that trusts in man, അത് മരണത്തിലേക്കുള്ള വഴിയാണ്. that is the way to death. ഓ, ദൈവത്തെ തള്ളിക്കളഞ്ഞ മനുഷ്യനിൽ ആശ്രയിക്കുക. Rejecting God and choosing man. പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. we should trust in our God. ഓ, നമ്മൾ ജഡത്തിൽ ആശ്രയിച്ച് We are trusting in flesh. മനുഷ്യനിൽ ആശ്രയിക്കുന്നവരായി തീർന്നാൽ If you trust in man, അത് മരണത്തിലേക്കുള്ള വഴിയായി തീരും. that is the way to death.
എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Hebrews chapter 6, the 8th verse, അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു. Saint Paul says so. നിങ്ങൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ടു, You've hearkened to a number of എത്രയോ sermons, നല്ല വചനങ്ങൾ കേട്ടു, lot of fine words you hearkened. എത്രയോ പ്രാവശ്യം തിരുവെഴുത്തുകൾ വായിച്ചു. You went through the scriptures a lot of times. പക്ഷെ വീണ്ടും നിങ്ങൾ മുള്ളും ഞെരിഞ്ഞിലുമാണ് മുളപ്പിക്കുന്നതെങ്കിൽ Again, if you give forth thorns and briars, നിങ്ങൾക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ if you're not able to give forth good fruit, അത് മരണത്തിനടുത്തതാണ്. that is close to death. ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, all listeners, തിരുവെഴുത്തുകളെ നിങ്ങൾ കേട്ടിട്ട് you hearkening to the word of അത് God, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, if you're not able to accept it in your life, വീണ്ടും നിങ്ങൾ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, again, if you're giving forth thorns and briars, അത് മരണകരമായ ഒരു അവസ്ഥയാകുന്നു. that is a state of death. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In 1 Corinthians 16:22, അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, there Saint Paul says, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത യവനും if any man love not Lord Jesus, അവൻ ശപിക്കപ്പെട്ടവനാണ്. he is cursed. നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരാം, We can love God. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരായി തീരാം. We can live our life for Christ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. He who doesn't love Jesus is cursed. നിങ്ങൾ ശെഖേമിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. You are arriving at Shechem. തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു, The word of God says, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. you are called to taste blessings. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടിയിരിക്കുന്നത്? Therefore, what should we do? എബ്രായ ലേഖനം 6-ാം വാക്യത്തിൽ In വായിക്കുന്നു, Hebrews 6:7, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് many times after being rained, ഹിതകരമായ സസ്യാദികളെ നമുക്ക് മുളയ്ക്കാം. if we are not giving birth to a lot of shrubs, നമുക്ക് നല്ല ഫലങ്ങളുള്ളവരായി തീരാം. let us give good fruit. ദൈവ സ്വഭാവമുള്ളവരായി നമുക്ക് മാറ്റപ്പെടാം. Let us turn into the character of എത്രയോ God. വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു, We hearken to a lot of words, കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് but the messages that we hear, take it in your life. ക്രിസ്തുവെന്ന തലയോളം നിങ്ങൾ വളരുന്നവരായി തീരുവീൻ. You should grow to the stature of the head of Christ. ദൈവസ്നേഹത്തിന് വളർച്ചയുണ്ടാവട്ടെ. There should be growth in the love of God. താഴ്മയിലൊരു വളർച്ച You നിങ്ങൾക്കുണ്ടാവട്ടെ. should have a growth in humility, വിശുദ്ധ ജീവിതത്തിൽ വളർച്ച നിങ്ങൾക്കുണ്ടാകട്ടെ. growth in holiness, പ്രത്യാശയിൽ വളർച്ച നിങ്ങൾക്കുണ്ടാവട്ടെ. growth in hope, കൃപാവരങ്ങൾ വളർച്ച നിങ്ങൾക്കുണ്ടാവട്ടെ. growth in gifts and praises, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകട്ടെ. growth in your spiritual ഈ life. വചനങ്ങളെല്ലാം കേട്ടിട്ട് After heeding to all these words, ഹിതകരമായ സസ്യാദികളെ മുളയിച്ചാൽ if you give forth good herbs, അത് അനുഗ്രഹമാണ്, that is a blessing, അത് ജീവനാണ്. that is life. അതുകൊണ്ട് ജീവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Therefore, those who long for life, നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണം. you should be blessed and give forth fine fruits in your spiritual life. 133-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ In Psalm 133, അതിന്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ verses 1 to 3, അവിടെ അനുഗ്രഹത്തിന്റെ മറ്റൊരു വഴി കാണുവാൻ സാധിക്കുന്നു. another way for blessing is open ഓ, there. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് Brethren dwelling together. എത്ര ശുഭവും മനോഹരമാകുന്നു. Behold, oh, how good and അവിടെയല്ലോ pleasant. ദൈവം അനുഗ്രഹവും ജീവനും കൽപ്പിക്കുന്നത്. There God is commanding life and blessings. സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. Joyfully let's live. എല്ലാ പിണക്കങ്ങളും ദൂരേക്ക് വലിച്ചെറിയാം. Throw away every strife. എല്ലാവരോടും സമാധാനമായി നമുക്ക് ജീവിക്കാം. Let's maintain peace with all. നമ്മുടെ സഭകളിൽ സമാധാനം ഉണ്ടാകട്ടെ. Peace prevail in our churches. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവട്ടെ. Peace prevail in our families. ഓ, ഒത്തൊരുമിച്ച് വസിക്കുന്നവരായി തീരാം. Let's dwell together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങള്, Praying together families. ഒരുമിച്ച് ആരാധിക്കുന്ന കുടുംബങ്ങള്, Families that worship together. അവിടെ അനുഗ്രഹമുണ്ട്. Their blessing അവിടെ cascades. ജീവൻ അനുഭവിക്കുവാൻ സാധിക്കൂ. Their life is filled. ആകയാൽ നിങ്ങൾ ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ Therefore, if you choose the way of life, തമ്മിൽ സ്നേഹിക്കുന്നവരായി you തീരാം. should love one another. നമുക്ക് ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്നവരായി തീരാം. Together, let's live in love. എല്ലാ പിണക്കങ്ങളും ദൂരേക്ക് Cast വലിച്ചെറിയാം. away every grudge. എല്ലാ ശത്രുതാ മനോഭാവങ്ങളും ദൂരേക്ക് വലിച്ചെറിയാം. Throw away every enemy mindedness. കർത്താവിന്റെ വരവിൽ പോകണ്ടേ? Don't you want to go to the coming of the Lord? കർത്താവിന്റെ വരവിൽ നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ If you long to be raptured, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം ആചരിപ്പീൻ. maintain peace and holiness with all. ലോകത്തിൽ ആരോടും പിണങ്ങിയിരിക്കുന്നവരായി തീരും. Don't hold grudge with any Homo നിങ്ങൾ sapien. ജീവന്റെ മാർഗം തെരഞ്ഞെടുക്കുന്നവരായിരിക്കും. You should choose the way of life. സദൃശവാക്യം 10-16 വാക്യത്തിൽ വായിക്കണം, Proverbs 10:16. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു. Blessings are showered upon the head of the ആരാണ് righteous. നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? Question, who is righteous? എസെക്കിയേൽ 18-9 വാക്യത്തിൽ വായിക്കുകയാണ്, Genesis 18 verse number 9. ദൈവത്തിന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചുകൊണ്ട് He that keeps the statutes of God, അവന്റെ ന്യായങ്ങളെ അനുസരിച്ചുകൊണ്ട് those who keep his laws, നേരോടെ നടക്കുന്നവൻ he നീതിമാൻ. that walketh uprightly is നമ്മുടെ righteous. ആത്മജീവിതത്തിൽ നേരോടെ നടക്കുന്നവരെ തീരാം. We should walk uprightly in our spiritual lives. വളഞ്ഞ വഴികളെ നമുക്ക് വിടാം. Let's leave the crooked ways. ഇരുട്ടുള്ള വഴികളെ നമുക്ക് വിടാം. Throw away
the way of path of വക്രതയുടെ darkness. മാർഗം നമുക്ക് വിടാം. Give away the evil ways. വഞ്ചനയുടെ മാർഗം നമുക്ക് വിടാം. Discard the way of deceit. ദൈവത്തിന്റെ കൽപ്പനകളെ ചട്ടങ്ങളെ പ്രമാണിച്ചുകൊണ്ട് Observing the laws and commandments of God. നേരോടെ നടക്കുന്നവൻ, He that walketh uprightly. നടപ്പിൽ He നിർമ്മലനായിരിക്കുന്നവൻ, that is pure in his way. അവൻ നീതിമാൻ. He is righteous. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങളുണ്ട്. There is blessing hovering upon the head of the righteous. അത് മാത്രമല്ല, Moreover, നീതിമാന്റെ സന്തതികൾ the seed of the righteous, അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയെത്തി. they shall be blessed. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, I think often ഇന്ന് ഈ തലമുറകൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച്, the goodness that today's generation enjoy. ദൈവം നമ്മെ മാനിക്കുന്നതിനെ കുറിച്ച്, God honoring us. നമ്മുടെ വിശ്വാസ ഭവനങ്ങളെ കുറിച്ച്. About our faith homes. ഒരു ഞായറാഴ്ച ആരാധന വന്നു കഴിഞ്ഞാൽ One Sunday service, വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സ്ഥലമില്ല. no place for the vehicles to be parked. ഫെയ്ത്ത് ഹോമിന്റെ ഗ്രൗണ്ട് മുഴുവൻ വാഹനങ്ങളെ കൊണ്ട് The നിറയുകയാണ്. whole ground is crammed with vehicles. ബഹുനില കെട്ടിടങ്ങൾ, Multi-storied buildings. ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും. All the pleasures of the world. എവിടെ നിന്ന് ഇതൊക്കെ വന്നു? From where? What is the source? ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ ഇതൊന്നും അനുഭവിച്ചില്ല. Once the forefathers did not enjoy these, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. but we had prayer warriors. നീതിമാന്മാരായ ഒരു തലമുറ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. There was a righteous generation before us. അതിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. We reap the blessings that they did. പലപ്പോഴും ഞാൻ ഏകനായിരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. Many times when I'm alone, I ponder, കർത്താവേ, ഇതൊന്നും അനുഭവിക്കുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. Lord, I know not at all worthy to ഞങ്ങളുടെ experience these. പിതാക്കന്മാർ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. കർത്താവ്, Our fathers didn't taste these. ആ നീതിമാന്റെ തലമുറയായി തീർന്നതിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. Since we became the seed of the righteous, we became blessed ones. ആകയാൽ നീതിമാന്മാരായി നമുക്ക് ജീവിക്കാം. Therefore, let us live as righteous beings. സാക്ഷ്യവാക്യം 22:9 വാക്യത്തിലേക്ക് വരുമ്പോൾ In Proverbs 22:9, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, there we read so, ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. He that is merciful, he shall be blessed. എന്താണ് ദയാകടാക്ഷമുള്ളവൻ എന്ന് പറയുമ്പോൾ? What we mean by the kind and merciful? സഹജീവികളോട് കരുണയുള്ളവരായി തീരുവേ. He that is merciful unto the co-beings. ജസ്റ്റിൻ മാർട്ടിനെ കുറിച്ചൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. I've heard a story about Justin Martin. ഒരിക്കൽ ജസ്റ്റിൻ മാർട്ടിൻ ക്രിസ്മസ് രാത്രിയില് Once Justin Martin in a Christian Eve, പള്ളിയിൽ അർദ്ധരാത്രി വരെ ആരാധന ഉണ്ടായിരുന്നു. midnight there was service in the hall. ആരാധന കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് അവൻ പള്ളി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ After the service at the dawn, once he came out of the service hall, ആ മരം കോച്ച് ഇടവഞ്ഞെ ഇവിടെ ഇട്ട് തിരിക്കാതെ എനിക്ക് ഇവിടെ അഹപ്പാടെ ശബ്ദം ജാമാവുന്നു. നല്ല ശബ്ദം താ, മനസ്സിലായോ? ആ മരം കോച്ചുന്ന തണുപ്പത്ത് and he was staying outside, ഒരു വൃദ്ധൻ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. an old man was begging for alms. അവനെ മരം കോച്ചുന്ന തണുപ്പത്തിരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. He was staying there and begging for alms. അവൻ വേച്ച് വിറങ്ങലിക്കുകയാണ് ചെയ്യുന്നത്. He was struggling with cold. അവന് തണുപ്പ് സഹിക്കുവാൻ He കഴിയുന്നില്ല. can't tolerate the cold. ജസ്റ്റിൻ മാർട്ടിൻ അത് കണ്ടിട്ട് Justin Martin, on seeing this, തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വില കൂടിയ കോട്ട് ഊരി ആ വൃദ്ധനെ ധരിപ്പിച്ചു. the luxurious coat, he took it off and clad him on. അതിനുശേഷം താൻ അതിവേഗത്തിൽ തന്റെ വാഹനം ഡ്രൈവ് ചെയ്ത് തന്റെ ഭവനത്തിലേക്ക് പോയി. Then swiftly he rode his vehicle off to his home. താൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ As he was sleeping in his പ്രഭാതത്തിൽ abode, ദർശനം കണ്ടു. he saw a dream. തേജസ്സേറിയവനായ യേശു തന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. Glorious Lord Jesus Christ walks right to him. കർത്താവിന്റെ തേജസ്സുള്ള മുഖം അവൻ The കണ്ടു. majestic face of Jesus he saw. ജസ്റ്റിൻ മാർട്ടിൻ യേശുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. Justin Martin saw Jesus ആ carefully. കാഴ്ച കണ്ടവൻ കരഞ്ഞു. He wailed on seeing that. താൻ ഒരു വൃദ്ധനെ ധരിപ്പിച്ച കോട്ട യേശു വിട്ടിരിക്കുന്നു. The coat that was given to him, Jesus has put on. യേശു ആ കോട്ട് വിട്ടുകൊണ്ടാണ് തന്റെ മുമ്പിൽ കടന്നു വന്നത്. Wearing the coat, Jesus stands before him. കണ്ടപ്പോൾ ജസ്റ്റിൻ മാർട്ടിന് ഒരു കാര്യം മനസ്സിലായി. Justin Martin realized the reality. ഞാൻ ചെയ്തത് കർത്താവിനാണ് ചെയ്തത്. What I did to my Lord. അന്തിമ ന്യായവിധിയിൽ കർത്താവ് വിളിച്ചു നിർത്തി ചോദിക്കും. In the final judgment, the Lord will summon and ask. എന്തായിരിക്കും ചോദിക്കുന്നത്? He will ask, what? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നില്ല. I was hungry, you didn't give me food. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. I was thirsty, you didn't give me water. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. I was naked, you didn't clothe me. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. I was in prison, you didn't visit ഞാൻ me. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. I was sick, you didn't visit me. എപ്പോഴാണ് കർത്താവേ നീ നഗ്നനായിരുന്നത്? When, Lord, when were you naked? എപ്പോഴായിരുന്നു കർത്താവേ നീ വിശന്നവനായി കണ്ടത്? Lord, when did you starve? എപ്പോഴാണ് കർത്താവേ നീ ദാഹിക്കുന്നവനായി കണ്ടത്? Lord, when were you thirsty? എപ്പോഴാണ് കർത്താവേ നീ രോഗിയായി കിടന്നത്? When were you sick? യേശു പ്രകാരം മറുപടി പറഞ്ഞു, Jesus will reply, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ to the least of my brethren, ഒരുത്തരം നിങ്ങൾ ചെയ്യാതിരുന്നിടത്തോളം കാലം what you've not done to them, എനിക്കാണ് ചെയ്യാൻ
ചെയ്യാതിരുന്ന, you didn't do it to me. നിങ്ങൾ ഒരുത്തിന് ചെയ്തിരുന്നിടത്തോളം കാലം As long as you did for one, എനിക്കാണ് ചെയ്തത് you were doing for എന്നാണ് me. ഏറ്റവും ചെറിയ സഹോദരന്മാരെന്ന് പറയുന്നത്. What do you mean by the least brother? നിങ്ങളെ തിരിച്ച് സഹായിക്കുവാൻ കഴിവില്ലാത്തവൻ, He was not able to help you back. നിങ്ങൾ ചെയ്യുന്നതിന് തിരിച്ചു നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിവില്ലാത്തവൻ, He is not able to restitute. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവരായി The തീരും. kind and the merciful one, he shall be blessed. ആകെ നമ്മുടെ ആത്മീക ജീവിതത്തില് Therefore, in your spiritual നമ്മൾ life, ശേഖേമിൽ നിൽക്കുകയാണ്. we are in Shechem. ഇവിടെ ഒരു വഴിത്തിരിവാണ്. There is a diversion നിങ്ങൾ here. ഏത് തെരഞ്ഞെടുക്കും? What will you choose? ജീവന്റെ മാർഗം തെരഞ്ഞെടുക്കുമോ, Will you choose the way of life അതോ മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമോ, or the way of death? അനുഗ്രഹത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമോ, Way of blessing അതോ ശാപത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമോ? or the way of curse? നിങ്ങൾ ഏബാൽ പർവ്വതത്തിലേക്ക് പോകുമോ, Will you go to Mount അതോ Ebal ഗെരീസീം പർവ്വതത്തിലേക്ക് or പോകുമോ? to Mount Gerizim? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, Tonight the spirits of God നിങ്ങൾ tell you, ഗെരീസീമിലേക്ക് പോകുവീൻ, you go to Gerizim. ജീവന്റെ മാർഗം തെരഞ്ഞെടുക്കുവീൻ, Choose the way of life. അനുഗ്രഹത്തിന്റെ വഴികളെ തെരഞ്ഞെടുക്കുവീൻ. Choose the way of blessing. ആകയാൽ നമുക്ക് ആ ശേഖേമിലേക്ക് കടന്നു വരാം. Therefore, let's go to Shechem. നാലാമതായി അബ്രഹാം കടന്നുപോയത്, Fourthly, Abraham അവൻ went. ബഥേലിലേക്ക് കടന്നു പോവുകയാണ് He ചെയ്യുന്നത്. goes to Bethel. ഉൽപ്പത്തി പുസ്തകം Genesis 12-ാം അധ്യായത്തിന്റെ chapter 12, 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ verse number 8. അവിടെ അബ്രഹാം കടന്നുപോയ നാലാമത്തെ ഇടം കാണുവാൻ സാധിക്കുന്നു. The fourth place where Abraham visited, we see there. വായിച്ചാട്ടെ. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. നോക്കുക, അവൻ അവിടെ ബഥേലിലേക്ക് കടന്നുപോയതായി കാണുവാൻ സാധിക്കുന്നു. We see he went to Bethel. അവിടെ ബഥേലിലേക്ക് കടന്നുപോയിട്ട് അവിടെയും ഒരു യാഹവീടം പണിതു. He went to Bethel and he built an altar even അവിടെ there. അവൻ ദൈവത്തെ ആരാധിച്ചു. He worshipped God even there. എന്താണ് ബഥേൽ എന്ന് പറയുന്നത്? What do you mean by Bethel? ബഥേൽ ദൈവത്തിന്റെ വീട്, Bethel, the house of God. അവിടെ ദൈവത്തിന്റെ സന്നിധി, The presence of God. അവിടെയാണ് യാക്കോബ് ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടത്. That is where Jacob saw the angels of God ascending and descending. അവിടെയാണ് യാക്കോബ് ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചത്. There Jacob saw the oracles of God. അവിടെയാണ് യാക്കോബ് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചത്. There Jacob received the promise of God. യാക്കോബ് ബഥേലിൽ നിന്നുകൊണ്ട് പറയുകയാണ്, Standing in Bethel, Jacob says, ഇത് സ്വർഗത്തിന്റെ വാതിലാകുന്നു, this is the door of heaven. ഇത് ദൈവത്തിന്റെ ആലയമാകുന്നു. This is the temple of God. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ in our spiritual life, നമുക്കൊരു ബഥേലിന്റെ അനുഭവമുണ്ട്. we have an experience of എന്ന് Bethel, വെച്ചാൽ ദൈവസന്നിധിയിലായിരിക്കുന്നതായ അവസ്ഥ, which means a state of being in the presence of God. ദൈവവുമായിട്ട് ഒരുമിച്ചുള്ളതായ ജീവിതം. Life with God. എന്താണ് ദൈവസന്നിധിയിലെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്? What is the experience of the presence of God? 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In Psalm 16 verse number 11, അവിടെ നമുക്ക് സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കുവാൻ സാധിക്കും. we can feel the fullness of joy there. സന്തോഷത്തിന്റെ പരിപൂർണത ദൈവത്തിന്റെ സന്നിധിയിലാണ്. There is fullness of joy in the presence of God. അപ്പോസ്തലപ്രവൃത്തി 2:28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Acts of the Apostles chapter 2 the 28th അവിടെ verse, നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, there we read, so നീ ജീവന്റെ മാർഗങ്ങളെ എന്നോട് അറിയിച്ചു, you've known me the ways of life. നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണനാക്കി എന്നെ മാറ്റും. You made me with the fullness of joy of your presence. ആദ്യം ഒരു ദൈവ സന്നിധിയുടെ അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. Therefore, there is an experience of the presence of God in our life. എന്താണ് ദൈവ സന്നിധി എന്ന് പറയുമ്പോൾ? What do you mean by the presence of God? അവിടെയാണ് ഹന്ന കടന്നുപോയി അവളുടെ ഹൃദയം പകർന്ന് കരഞ്ഞത്. There, Hannah went and poured her heart. അവിടെ ഹൃദയത്തിലെ സങ്കടങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ ഇവിടെ തുറന്നു പറഞ്ഞു. She disclosed all the sorrows of her life in the presence of അവൾ God. പറഞ്ഞു, യജമാനേ, എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ് ചെയ്യുന്നത്. She said, my master, I pour my heart in the presence of എന്താണ് God. ദൈവസന്നിധിയുടെ പ്രത്യേകത? What is the speciality of the presence of God? അവിടെയാണ് ഇഫ്താഖ് കടന്നുപോയി തന്റെ കാര്യമെല്ലാം ദൈവത്തോട് തുറന്നു പറഞ്ഞത്. There, if thou went and confessed everything of his sin to God. എന്താണ് ദൈവസന്നിധിയുടെ പ്രത്യേകത? What is the speciality of the presence of God? അവിടെയാണ് ദാവീദ് കടന്നുപോയി തന്റെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞത്. There, David went, conveyed his distress and wailed. ആകയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ദൈവസന്നിധിയുണ്ട്. Therefore, people of God, in our spiritual life, we have a presence of നമ്മുടെ God. ഹൃദയം പകരുവാനുള്ള ഒരു ഇടമാണത്. That's a place to pour our heart. നമ്മുടെ സകല സങ്കടങ്ങളും തുറന്നു പറയുവാനുള്ള സ്ഥലമാണത്. That's the place to disclose all our sorrows. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തോട് പ്രസ്താവിക്കുവാനുള്ള സ്ഥലമാണത്. A place to state every minute of our things unto ആകയാൽ God. നമുക്കൊരു ദൈവസന്നിധിയുടെ അനുഭവമുണ്ട്. Therefore, we have an experience of the presence of God. അതാണ് ബഥേൽ എന്ന് പറയുന്നത്. That is Bethel. അതാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we turn to 1 Corinthians chapter 14, അതിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നു, verse number 26. ആകയാൽ എന്ത് സഹോദരന്മാരെ, Therefore, my brethren, നിങ്ങൾ കൂടി വരുമ്പോൾ when you gather, ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, each of them have got psalms. ഓരോരുത്തരും ഉപദേശമുണ്ട്, Some have got understanding.
ഓരോരുത്തരും വെളിപ്പാടുണ്ട്, Some got revelation, ഓരോരുത്തരും അന്യഭാഷയുണ്ട്, and to some unknown tongues, ഓരോരുത്തരും വ്യാഖ്യാനമുണ്ട്. and to some interpretation. ഇതെല്ലാം ദൈവസന്നിധിയിലെ അനുഭവങ്ങളാണ്. Everything are experiences that can be found in the presence of God. ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. There is fullness of joy in His അവിടെ presence. നമ്മുടെ ഹൃദയം തുറന്നു വെക്കാൻ സാധിക്കുന്നു. There we can open and keep our heart. നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ We can സാധിക്കുന്നു. convey all of our matters. നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ We can സാധിക്കുന്നു. convey our sufferings in ways. അവിടെ നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കാം. We can speak in unknown tongues there. അവിടെ നമുക്ക് പാട്ടുപാടാം. We can sing songs there. അവിടെ നമുക്ക് വെളിപ്പാടുകൾ കേൾക്കാൻ സാധിക്കും. We can incline to revelation അവിടെ നമുക്ക് there. ഉപദേശങ്ങൾ കേൾക്കുവാൻ We സാധിക്കും. can incline to doctrines അവിടെ നമുക്ക് there. വ്യാഖ്യാനം കാണുവാൻ സാധിക്കും. Fine interpretation there. ആത്മീകമായ അനുഭവങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. Plenty of spiritual blessings are there in the presence of അവിടെ God. ആത്മീകമായ പാട്ടുകളുണ്ട്. Spiritual songs are there. സാധാരണ പാട്ടുകളല്ല. No, not ordinary songs. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we turn to Ephesians chapter 5, അതിന്റെ 18-19 വാക്യങ്ങൾ വിശുദ്ധ പൗലോസ് പറയുന്നു. verses 18 and 19. വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകരുത്. You should not be intoxicated with wine. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ല. Fornication is resulted out of it. നിങ്ങൾ ആരും മദ്യപിച്ചല്ല നിങ്ങൾ മത്തരാവേണ്ടത്. You should not be intoxicated by drinking. മദ്യപിച്ച് മത്തരായി നടക്കുന്ന അനേക ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ സാധിക്കും. We come across many Christians who loiter being drunk. ഇനി ഡിസംബർ യേശു ജനിക്കുന്ന ദിവസം ഒന്നായിക്കൊള്ളട്ടെ. Suppose December is the day in which Jesus is born. ക്രിസ്മസ് ആവാൻ നോക്കിയിരിക്കുകയാണ്. They wait for Christmas. എത്ര കോടിയുടെ മദ്യം വലിച്ചു കുടിക്കുമെന്നറിയാം. Millions of money worth of liquor they drink it. ഈസ്റ്ററിന് എത്ര കോടിയുടെ മദ്യം വലിച്ചു കുടിച്ചു. Bottles of liquor they gulp in Easter. നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരായി നടക്കരുത്. You don't drink wine and be അതിനാൽ intoxicated. ദുർനടപ്പുണ്ടാകും. Fornication is resulted out of it. നിങ്ങൾക്ക് മത്തരാകണോ? Do you want to get നിങ്ങൾക്ക് intoxicated? ലഹരി പിടിക്കണമോ? Or do you want to find pleasure? അതിനൊരു വഴിയുണ്ട്. There is a way. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി Be filled in the Spirit. സങ്കീർത്തനങ്ങളാലും With psalms. സ്തുതികളാലും With praises. ആത്മീയ With ഗീതങ്ങളാലും spiritual songs. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് From your heart. നിങ്ങളുടെ കർത്താവിന് പാടിയും Sing unto the നിങ്ങൾ Lord. സ്തോത്രം ചെയ്തും കൊണ്ടിരിക്കുകയും You give thanksgiving to Him. നമുക്ക് വീഞ്ഞിന്റെ ലഹരിയല്ല വേണ്ടത്. We don't want the pleasures of wine. നമുക്ക് ആത്മാവിന്റെ ലഹരി വേണം. We need the joy of the Spirit. പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ നിങ്ങൾ നിറഞ്ഞു പാടണം. You be filled in the joy of Spirit and sing. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. You praise God. ആകയാൽ ദൈവസന്നിധിയിൽ Therefore in the presence of God, ആത്മലഹരി നിങ്ങൾക്ക് അനുഭവിക്കാൻ you സാധിക്കും. can feel the pleasure of the Spirit. അതാ യോഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ആത്മലഹരിയിലായി തീർന്നു. That's for the introduction of the service. We were in the Spirit. നമ്മൾ അന്യഭാഷകളിൽ സംസാരിച്ചു. We spoke in unknown tongues. കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചു. We gave the gifts and praises. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നു. We hearken to the voice of ഉപദേശങ്ങൾ God. കേൾക്കുന്നു. We listen to doctrines. വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നു. We listen to interpretations. ഹൃദയങ്ങളിൽ നിന്ന് കർത്താവിന് പാടുന്നു. We sing from our heart to ദൈവത്തെ God. സ്തുതിക്കുന്നു. We praise God. ദൈവത്തെ ആരാധിക്കുന്നു. We worship ഇത് God. ദൈവസന്നിധിയിലെ സന്തോഷമാണ് ദൈവമക്കളെ. It's the joy in the presence of God, beloved. ആകയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിലെ Therefore, in a spiritual ഒരു life, ബഥേലിന്റെ അനുഭവം നമുക്കുണ്ട്. we should have an experience of Bethel. അതാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്. That is the presence of God. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരാധനാലയങ്ങൾ തന്നിരിക്കുന്നു. God has given us blessed worshiping halls. അടൂർ ഫെയ്ത്തോമിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നാൽ മതി. Come to Adur Faitho. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ കടന്നു വരണോ? Every Sunday be a regular visitor. ബഥേലിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. You arrive at Bethel. എന്താണ് ബഥേലിന്റെ അനുഭവം എന്ന് പറയുന്നത്? What's the experience of Bethel? ദൈവദൂതന്മാർ ഇറങ്ങി വരുന്ന സ്ഥലം. The place where the angels of God descend. ദൈവദൂതന്മാർ കയറി പോകുന്ന സ്ഥലം. Oh, the place where the angels of God ascend. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സ്ഥലം. The place where God speaks to ദൈവം you. നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളെ തരുന്ന സ്ഥലം. The venue where God gives you His promise. നിങ്ങൾക്ക് കരയുവാനുള്ള സ്ഥലം. The place for you to നിങ്ങളുടെ wail. സങ്കടങ്ങളെ പറയുവാനുള്ള സ്ഥലം. The place for you to give your sorrows. ആരാധിക്കുവാനുള്ള സ്ഥലം. The place to worship. അത് ഉപവസിക്കുവാനുള്ള സ്ഥലം. The place to fast. പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലം. The place for you to അന്യഭാഷ pray. പറയുവാനുള്ള സ്ഥലം. The place for you to speak in unknown tongues. ലോകസാഠിയും വിടുതൽ അനുഭവിക്കാനുള്ള സ്ഥലം. Divine healing and deliverance is promised അവിടെ there. സമാധാനമുണ്ട്. Oh, there's peace. അവിടെ നിത്യജീവന്റെ പ്രത്യാശയുണ്ട്. There is hope of eternal അവിടെ life. ജയജീവനമുണ്ട്. There is overcoming life. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. There is the fullness of the Holy Spirit പ്രിയ there. സഹോദരി സഹോദരന്മാരെ, Dear brothers, dear ദൈവം sisters, നമ്മളെ ബഥേലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. God has fetched us to Bethel. ദൈവത്തിന് നമ്മോട് ഒന്നേ പറയുവാനുള്ളൂ. He has got just one thing to tell ഈ us. ബഥേലിലെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. I'll give you all the blessings of Bethel. ഈ അനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. All the experiences I will grant you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുന്നു. But only one thing I ഈ say. അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ, For you to enjoy all the blessings, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി കിട്ടണമെങ്കിൽ, you want resolution for your problems, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി കിട്ടണമെങ്കിൽ, answer for your tears, നിങ്ങൾക്ക് ഹൃദയം തുറന്നൊന്ന് ആരാധിക്കണമെങ്കിൽ, for you to open-heartedly worship നിങ്ങളുടെ God, ഉള്ള
കാര്യം ദൈവത്തോട് തുറന്നു for you to പറയണമെന്നുണ്ടെങ്കിൽ, disclose everything to God, നിങ്ങൾക്ക് ഹൃദയം തുറന്ന് അന്യഭാഷ സംസാരിക്കണമെങ്കിൽ, for you to speak in unknown tongues with an open നിങ്ങൾ heart, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ come to the presence of God. എഫേസ്യലേഖനം 1:4 In വായിക്കുന്നു, Ephesians 1:4, നാം അവന്റെ സന്നിധിയിൽ we in His presence, വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കണം. we should be holy and innocent. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. For that God has called us. കർത്താവ് നമ്മോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. Nothing else He demands. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കണം. We should be holy and blameless in His presence. ഇതിലേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം 2000 years back, അരുമനാഥൻ കാൽവരിയിൽ the തകർക്കപ്പെട്ടു. beloved was shattered on the എന്തിനു cross. വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടത്? Why was He broken on the cross? കറ ചുളുക്കമില്ലാത്ത, Without spot or wrinkle, ശുദ്ധയും നിഷ്കളങ്കയുമായ a holy and pure, തേജസ്സേറിയൊരു സഭ, to form a glorious ആ church. സഭ ഉരുവെടുക്കുവാൻ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. To tailor such a church, He was ഇന്ന് bruised on the രാത്രി നമ്മുടെ cross. കണ്ണുകളെ അടയ്ക്കാം, Tonight, let's close our നമ്മുടെ eyes. മുഴങ്കാലുകളെ മടക്കാം. Let all knees bow. നിങ്ങൾ ബഥേലിലാണ് കടന്നു വന്നിരിക്കുന്നത്. You have arrived at Bethel. നമുക്ക് വിശുദ്ധരായി ജീവിക്കാം, Let us be holy. നമുക്ക് നിഷ്കളങ്കരായി ജീവിക്കാം, Let us be innocent. കറയും ചുളുക്കമില്ലാത്തവരായി നമുക്ക് Let's ജീവിക്കാം, live without spot or wrinkle. ശുദ്ധയും നിഷ്കളങ്കരുമായി നമുക്ക് Let us be ജീവിക്കാം. blameless and pure. ഇന്ന് രാത്രി ദൈവസ്ഥല സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാം. Tonight, feel the fullness of നിങ്ങൾ joy. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ If you sincerely long, ഒരു പുതിയ ബലം പ്രാപിച്ച്, receive a new power, ഒരു പുതിയ അഭിഷേകം with പ്രാപിച്ച്, a new ഒരു anointing, പുതിയ ശക്തിയെ with പ്രാപിച്ച്, a new strength, പുതിയ പ്രഭകളെ പ്രാപിച്ച്, with new graces, പുതിയ വിടുതലുകളെ with പ്രാപിച്ച്, new deliverance. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി പ്രാപിച്ച്, Visit remedy for your problem. ദൈവ ശബ്ദം കേട്ട് Listen to the voice of ഇന്ന് God. രാത്രി ഇവിടെ നിന്ന് മടങ്ങി പോകാൻ സാധിക്കും. Tonight you can bid at നിങ്ങൾ you. കടന്നു വന്നതുപോലെയല്ല മടങ്ങി പോകുവാൻ പോകുന്നത്. No, not in the state in which you visited here. You will നിങ്ങളുടെ go പുതിയ അനുഭവത്തോടെ മടങ്ങി പോകും. with a fresh experience. You'll ഇന്ന് രാത്രി go. നിങ്ങളുടെ പുറം കണ്ണുകൾ അടഞ്ഞിട്ട് Tonight, close your outward നിങ്ങളുടെ eyes. അകത്ത കണ്ണുകൾ തുറക്കാമെന്നുണ്ടെങ്കിൽ, Open your inward നിങ്ങളുടെ eyes. അകത്ത കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടാമെന്നുണ്ടെങ്കിൽ, If your eyes of understanding is enlightened, ദർശനങ്ങൾ കാണാൻ പോകുകയാണ്. you are going to see wishes. സ്വർഗം തുറക്കുന്നത്, Heaven is open. ദൂതന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്, Angels are lighting near നിങ്ങളുടെ you. അടുക്കൽ നിന്ന് കയറി പോകുന്നത്, They are sending just near ദൈവം you. നിങ്ങളോട് സംസാരിക്കുന്നത്, God conversing with you. ദൈവസ്ഥല സന്തോഷത്തിന്റെ പരിപൂർണത The fullness of joy in the presence of ഇന്ന് God. രാത്രി നിങ്ങൾ അനുഭവിക്കുവാനിടയായി തീരട്ടെ. Tonight, may you feel it. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളെ, The anointed people of നിങ്ങൾ God. ദൈവത്തെ ആരാധിക്കുവീൻ, You worship God. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവീൻ, Speak in tongues. കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കുവീൻ, Clap your hands and worship. ആത്മലഹരിയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവീൻ, In the spirit, worship. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവീൻ, Praise God. സന്തോഷത്തിന്റെ പരിപൂർണ്ണ നിങ്ങൾ അനുഭവിക്കുവീൻ. You experience the fullness of വിട്ട് നിങ്ങൾ joy മടങ്ങി പോകുമ്പോൾ as you quit this place. നിരാശപ്പെട്ട് മടങ്ങി പോകരുത്, No, not in despair, വ്യാകുലപ്പെട്ട് മടങ്ങി പോകരുത്, not in anxiety, ദുഃഖിച്ച് മടങ്ങി പോകരുത്. not in sorrow. നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. There is an answer for your problem. ഇവിടെ ബഥേലാണ്. Here is Bethel. ഇവിടെ നീ പറയുന്ന കാര്യങ്ങൾക്ക് നിശ്ചയമായിട്ട് ഉത്തരവുണ്ടായിരിക്കും. Here, answer for every of your questions. നമ്മുടെ കർത്താവിനോട് നമുക്ക് Let പ്രാർത്ഥിക്കാം. us pray unto our ഒരു നിമിഷം God. നമുക്ക് എല്ലാവർക്കും ആത്മാവിൽ ആരാധിക്കാം. One moment, everyone worship in the ദൈവശക്തിക്ക് ഇടം spirit. കൊടുത്താട്ടെ. Give room for the spirit of പുതിയ God. ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരോ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മപൂരിതരോ തിരുഹിതം ചെയ്തിടുവാൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരോ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മപൂരിതരോ തിരുഹിതം ചെയ്തിടുവാൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരോ തിരുഹിതം ചെയ്തിടുവാൻ, 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 പരിശുദ്ധാത്മപൂരിതരോ തിരുഹിതം ചെയ്തിടുവാൻ.
തിരുവചനത്തിലും ബാഹ്യതമത്തിലും പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ആ ഊരിൽ നിന്ന് അവൻ പുറപ്പെടുകയാണ്. അവൻ പ്രകാശിപ്പിക്കപ്പെട്ടവനായി അവിടെ യാത്ര ചെയ്ത് ഹാരാനിൽ വന്ന് പാർക്കുന്നു. അവിടെ പർവ്വതത്തെ അനുഭവത്തെ കാണാൻ കഴിയും. പരിമള പർവ്വതവും ദുർഘട പർവ്വതങ്ങളും നമ്മളെ സമൃദ്ധി അനുഗ്രഹങ്ങൾ കൂടെ കടന്നു പോകുന്ന പാതകളും ദുർഘടമായ പാതകൾ കൂടെ കടന്നു പോകുമ്പോഴും അവൻ നമ്മെ വഹിക്കുന്നതിനാധേയമാണ്. നമ്മുടെ കർത്താവ് നമ്മെ ചുമക്കുന്നതിനാധേയമാണ്. നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ വഹിച്ച് നമ്മെ ലക്ഷ്യസ്ഥാനം കൊണ്ടെത്തിക്കുന്നതിനാധേയമാണ്. ആകയാൽ നാം ഹാരാനിലേക്ക് കടന്നു വരണം. അവിടെ നിന്ന് അവർ ശേഖമിലേക്ക് പോവുകയാണ്. അവിടെ രണ്ടായി ഭാവിക്കുന്നു. ആ ശേഖമിൽ രണ്ടനുഭവമുണ്ട്. ഒന്ന് അനുഗ്രഹം, വേറൊന്ന് ശാപം. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. ദൈവത്തിന്റെ കൽപ്പന കേട്ട് പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് തരാമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. ആകെ ദൈവ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് അതിലെഴുതിക്കുക പ്രമാണിച്ച് യഹോവയാൽ അനുഗ്രഹിക്കപ്പെടാൻ തീരുവാൻ അനുഗ്രഹത്തിന്റെ വഴികൾ, ജീവന്റെ വഴികൾ തിരഞ്ഞെടുക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കണ്ണടയ്ക്കാം. ദേശത്താ നിറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവന്റെ വഴിയിൽ കൂടെ നടക്കും. ഞാൻ അനുഗ്രഹത്തിന്റെ വഴിയിൽ കൂടെ പോകും. എനിക്ക് ശാപം എനിക്ക് വേണ്ട, ശാപത്തിന്റെ പ്രവർത്തികൾ എനിക്ക് വേണ്ട. എന്നെ ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടാൻ തീരുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. എത്ര പേര് സമർപ്പിക്കും? അവരെ ദൈവം സഹായിപ്പാൻ നമ്മളൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. നാലാമത് ആ ബഥേലിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ബഥേലിന്റെ അനുഭവം എന്താണ്? അവിടെ ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്നു. ദൈവ സാന്നിധ്യം ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. മാത്രമല്ല ദൈവികമായ കാര്യങ്ങളെ നമുക്ക് ദൈവത്തിൽ പറയുവാനുള്ള ദൈവ സന്നിധിയാണ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, വേദനകളെല്ലാം ദൈവത്തോട് പറയുന്ന സ്ഥലമാണ് ബഥേൽ അഥവാ ദൈവ സന്നിധി. ഹന്ന വളരെ ദുഃഖിതരായി ഭാരപ്പെട്ട് നിലവിളിച്ച് അനേക വർഷങ്ങളായി അവൾ ദുഃഖത്തിലൂടെ കടന്നു പോവുകയായിരുന്നെങ്കിലും ഇതാ ദൈവ സന്നിധിയിൽ അവൾ നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവം കേട്ടു. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ആമേൻ, ഹല്ലേലൂയ. സിംസോൻ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുണ്ടായി. ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചതിനാൽ ദൈവനെ സഹായിച്ചു. ആകയാൽ ബഥേലിന്റെ അനുഭവത്തിൽ ദൈവത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ബഥേലിൽ ആരാധനയുണ്ട്, അവിടെ സന്തോഷമുണ്ട്, ആത്മനിറവുണ്ട്, അന്യഭാഷയുണ്ട്, ജീവനുണ്ട്, കൃപകളുണ്ട്, കൃപാവരങ്ങളുണ്ട്. ആകയാൽ ദൈവമക്കളെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ആ സ്വർഗീയ സന്തോഷം അനുഭവമാക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കണ്ണടയ്ക്കാം, സമർപ്പിച്ചു കൊടുക്കാം. ദൈവം ബഥേലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്വർഗീയ സന്തോഷത്തിന്റെ പരിപൂർണത, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്വാത്ത് എന്നും പ്രമോദമുണ്ട്. നാം സന്തോഷിച്ച് ആനന്ദിക്കുവാൻ നമുക്ക് നല്ല അവസരം തന്നിരിക്കുകയാണ്. എല്ലാ ദൈവം ആത്മാവ് ദൈവത്തെ ആരാധിക്കുക. പരമാനന്ദമേ താതന്റെ സാന്നിധ്യ ആനന്ദമേ, താതന്റെ സാന്നിധ്യ ആനന്ദമേ, എന്താനന്ദം സിയോൻപുരമേ, എന്താനന്ദം സിയോൻപുരമേ. ആനന്ദമേ പരമാനന്ദമേ, താതന്റെ സാന്നിധ്യ ആനന്ദമേ, താതന്റെ സാന്നിധ്യ ആനന്ദമേ, എന്താനന്ദം സിയോൻപുരമേ, എന്താനന്ദം സിയോൻപുരമേ. ആനന്ദമേ പരമാനന്ദമേ, താതന്റെ സാന്നിധ്യ ആനന്ദമേ, താതന്റെ സാന്നിധ്യ ആനന്ദമേ, എന്താനന്ദം സിയോൻപുരമേ, എന്താനന്ദം സിയോൻപുരമേ. ആനന്ദമേ പരമാനന്ദമേ, ആരാധിക്കുക. അനുഭവിപ്പാൻ വിളിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്. മാറ്റപ്പെടുകയാണ്. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകുകയാണ്. എല്ലാ രോഗശക്തി അകന്നു പോകുകയാണ്. എല്ലാ പ്രതികൂലങ്ങളും നീങ്ങിപ്പോവുകയാണ്. സ്വർഗീയ സന്തോഷം ഹൃദയത്തിൽ പകരുവാൻ, ദൈവീയ സമാധാനം ഹൃദയത്തിൽ പകരുവാൻ കർത്താവ് നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെടാൻ ദൈവത്തിന്റെ ജനമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന് പർവ്വതമുണ്ട്, ശാപത്തിന് പർവ്വതമുണ്ട്. നാം അനുഭവിപ്പാനായി അനുഗ്രഹം അനുഭവിപ്പാനായി വിളിക്കപ്പെടുന്ന ജനമാണ്. അനുഗ്രഹം പ്രാപ്തി എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കൽപ്പന നാം കേട്ട് പ്രമാണിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നുവെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.
അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ തുടർന്ന് എല്ലാവരും അനുഗ്രഹം കൽപ്പിക്കും. ആകയാൽ കർത്താവിന്റെ കൽപ്പനകൾ ശ്രദ്ധയോടെ കേട്ട് അമ്രാവ് ജീവിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന തീരുവാൻ ദൈവനെ മൂലമായി സമർപ്പിച്ചു കൊടുക്കുക. അവിടെ ബഥേലിന്റെ അനുഭവമുണ്ട്. ആ സ്വർഗീയമായ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിപ്പാൻ തീരുകയാണ്. ഒരു നിമിഷം അവിടെ കണ്ണടയ്ക്കാം. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആത്മാവിൽ സന്തോഷിപ്പാനായി ആ ബഥേലിന്റെ അനുഭവം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ വസിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. അധിപതി അനന്ത കൃപ പെരുന്നതി അനുഗ്രഹത്തി അധിപതി അനന്ത കൃപ പെരുന്നതി അനുഗ്രഹത്തി പെരുന്നതി അനുഗ്രഹത്തി അധിപതി അനന്ത കൃപ പെരുന്നതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷ വിധി രണ്ടാം ദിനത്തിലും സർവശക്തനായ കർത്താവ് തേജസ്സോടും മഹിമയോടും ദൂതസഞ്ചയത്തോടും കൂടെ നമ്മുടെ മധ്യ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിച്ച ആ കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. നാം കടന്നു വന്ന സമയം മുതൽ ഇതുവരെ ദൈവ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുവാനും സന്തോഷിക്കുവാനും പ്രത്യാശ പുതുക്കുവാനും ദൈവമേ സഹായിച്ചനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം സ്വത്രാം സ്വത്രാം. ആത്മാവിൽ പാടി കിട്ടാൻ സന്തോഷിപ്പാൻ ദൈവം കേൾക്കുവാനും സഹായിച്ചനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. അനുഗ്രഹപൂർണമായ അനുഭവ സാക്ഷി കർത്താവ് നമ്മെ കേൾപ്പിച്ചതിനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. പൈശാചിക ബന്ധനങ്ങളാൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആ സുബോധമില്ലാതെ കൃതായ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം മഹാപിതാവിന് സൗഖ്യം കൊടുത്ത് ദൈവത്തെ അത്ഭുത പ്രവൃത്തിയെ കാണുവാൻ ഇടയാക്കിയതായ അനുഭവ സാക്ഷിയെ നൽകാൻ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. ജീവനുള്ള ദൈവത്തെ പിൻപറ്റിയതിനാൽ ദൈവം അനുഗ്രഹിച്ച ഒരു ആഗ്രഹപ്രകാരം ആവശ്യമായ എല്ലാ നന്മകളും നൽകി അവരെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുവാൻ സഹായിച്ചതിനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അറിഞ്ഞതായ അനുഭവ സാക്ഷി നൽകാൻ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. തിരുവചനത്തിൽ കൂടെ കർത്താവ് ഈ രാത്രികാലവും നമ്മുടെ ഹൃദ്യമായി സംസാരിച്ചതിനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. അബ്രഹാമിനെ ദൈവം ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഹാരാനിൽ കൂടെ ശേഖേമിൽ വന്ന് ആ ബഥേൽ പാർക്കുവാനുള്ളതായ ആ ശ്രേഷ്ഠമായ അനുഭവം അബ്രഹാമിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകാൻ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തെ പ്രകാശിപ്പിക്കപ്പെട്ട് ദൈവം നമ്മെ നടത്തുന്ന പാതയിലൊക്കെയും ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ദൈവത്തോട് ആരാധനയിൽ എല്ലായ്പ്പോഴും ദൈവത്തെ ശ്രദ്ധിപ്പാൻ കർത്താവിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കാൻ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. ദുർഘട പർവ്വതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ നൽകി എല്ലാ പ്രതികൂലങ്ങളും ധനത്തെ ജയാളികളാക്കി തീർക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുള്ളതിനായ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും പാതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹത്തിന് വഴിയിൽ കൂടെ നടത്തുകയുമായി അനുഗ്രഹിക്കുന്നതുമായി കർത്താവിനോട് കൂടെയുള്ളതിനായ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. ബഥേലിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നിരിക്കാൻ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വത്രാം സ്വത്രാം. അവിടെ ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്ന അനുഭവം ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ദൈവ ഭാഗ്യം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്വത്രാം സ്വത്രാം. ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് ദൈവരാജ്യത്തിൽ ഒരുക്കപ്പെടുന്ന നമ്മെല്ലാം ദൈവം സഹായിക്കണ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 സ്വത്രാം. അതിനെക്കട്ടെ എല്ലാവരും കർത്താവ് ദൈവരാജ്യത്തിൽ ഒരുക്കണനായി വേണ്ടി സ്തോത്രം ചെയ്യാം. വചനഘോഷിപ്പാ ദൈവദാസന്മാരെ കർത്താവ് ശക്തിച്ച് അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. ദൈവകൃപ ഇനി അധികമായി പകരണനായി സ്തോത്രം ചെയ്യാം. 1000 പേര് ആരെങ്കിലും പ്രയോജനമുള്ളവരായി ഉപയോഗിക്കണനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് നാളെ നടക്കുന്നതായ കുടിവരുടെ അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. അധ്യാപകന്റെ യുവജനയ്ക്ക് അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. സമാപന യോഗത്തെ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണനായി സ്തോത്രം ചെയ്യാം. ദേശവാസികളെല്ലാം കർത്താവ് കൊണ്ടുവരണനായി സ്തോത്രം ചെയ്യാം. പറഞ്ഞിരിക്കുക ആഴമേൽ സത്യത്തെ മനസ്സിലാക്കി അതും ജീവിച്ച് ദൈവരാജ്യത്തിൽ ഒരുക്കപ്പെടുവാൻ ജനത്തെ എല്ലാം സഹായിക്കണനായി വീണ്ടും സ്തോത്രം ചെയ്യാം. ഇപ്പോൾ കടന്നു പോകുന്ന മക്കളോട് കൂടി ഇരിക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം ഇതിനെക്കാളും വലിയ കൃപയെ സൂക്ഷിക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 പിതാവാദയത്തിനായി സ്തോത്രം സ്തോത്രപുത്രായ യേശുക്രിസ്തുവിനായി സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവാദയത്തിനായി സ്തോത്രം 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 പ്രാർത്ഥിക്കാം.
കാരുണ്യവാനും മനസ്സിലുമുള്ള സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഇങ്ങനെ ഒരു സമയം കൂടെ നൽകിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ സുവിശേഷ മീറ്റിംഗിന്റെ 2ാം ദിന രാത്രി യോഗത്തെ കർത്താവ് നടത്തിയതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. തേജസ്സോടെ മഹിമയോടെ കൃതാർത്ഥനായി കർത്താവ് തന്റെ സിംഹാസനം ഞങ്ങളുടെ മധ്യേ സ്ഥാപിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് നൽകിയതിനാൽ വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആത്മീയ ഗീതങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്തതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സമ്പന്നമായ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യത്തെയും കർത്താവ് ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സാക്ഷ്യവാചകം കേട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വിശ്വാസപാതയിലേക്ക് കടന്നു വരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ രക്ഷിച്ച് കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം, മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി സ്വർഗം തുറന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള യാത്രയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതയാത്ര, സിയോനിലേക്കുള്ള യാത്ര കർത്താവ് ഒരു യാത്രയാണ് എന്ന് ഞങ്ങൾ കർത്താവെ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ ഇടയാക്കിയതിനാൽ സ്തോത്രം. ക്രിസ്ത്യ ജീവിതം കർത്താവ് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ജീവിതമാകിയാൽ സ്തോത്രം. അത് കഷ്ടത നിറഞ്ഞതാണെങ്കിലും ആനന്ദവും സന്തോഷവും ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വഹിച്ച് നടത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ഭുജമായിരിക്കാൻ സ്തോത്രം. കാൽവറി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത വലിയ ദയയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പാപത്തിനും ശാപത്തിനും മാത്രമല്ല, രോഗത്തിനും നല്ല വൈദ്യനായി ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളുടെ മധ്യ ഉലാപിക്കൊണ്ടിരുന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആ ബദലിന്റെ അനുഭവം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളതിനായി സ്തോത്രം. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഫലമുള്ളവരായി കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ അങ്ങേ ആരാധിച്ച് അങ്ങയുടെ കർത്താവെ അങ്ങയുടെ മടങ്ങിവരവിങ്കിൽ അങ്ങയുടെ കാന്തയായി തീരുവാൻ നിങ്ങളെവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തിരുവചനത്തെ അറിയിപ്പാൻ അങ്ങയുടെ ദാസനെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തണമേ. ഇനി കൃപയാൽ നിറയ്ക്കണമേ കർത്താവെ. ഇനി കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവെ. എന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഇന്ന് രാത്രി അനേകരുടെ ജീവിതത്തെ കർത്താവെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി തിരുവചനങ്ങളെ കേട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. പാട്ടിന്റെയും പ്രാർത്ഥനയുടെയും ശബ്ദം ശ്രമിച്ചവരെ കർത്താവ് സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷകൾക്കായി ഞങ്ങളുടെ ദാസിദാസന്മാരെ ബലപ്പെടുത്തിയതായി സ്തോത്രം. നാളെ നടക്കുന്ന മീറ്റിംഗിനെയും കർത്താവ് നടത്തണമേ. എല്ലാവരും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ കർത്താവേ. ദൈവമക്കൾ കടന്നു പോകുമ്പോൾ മടങ്ങിപ്പോകുമ്പോൾ അവർ യാത്രയിൽ കൂടെ ഇരിക്കണമേ. ആവത്തനർത്ഥങ്ങൾ കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. എല്ലാവരും അനുഗ്രഹത്തോടെ അയക്കണമേ. അങ്ങയുടെ വരവിനായിട്ട് ഒരുക്കണമേ. പിതാവ് അങ്ങനെ ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ. കർത്താവ് പ്രാർത്ഥനകളെല്ലാം കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാദയത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോടും സകല വിശുദ്ധന്മാരോടും കടന്നു പോയ മക്കളുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ മേഘത്തിലും വരൂരിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥന 30 ഭാഷ ഭൂമി തന്നിലെന്തോ നീ കേണിടുന്നു ആശ്വസിപ്പിച്ചിടുവാൻ ആരുപോരുമില്ല. ഭൂമി തന്നിലെന്തോ നീ കേണിടുന്നു അമ്മയെ കാളുവരിയ ആശ്വസിപ്പിക്കുന്നവൻ സ്നേഹാദ്യമാനസൻ പ്രിയൻ. അമ്മയെ കാളുവരിയായി ആശ്വസിപ്പിക്കുന്നവൻ സ്നേഹാദ്യമാനസൻ പ്രിയൻ. ഈ ദിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിത ഇന്നു
സുന്ദരം സുപ്രസാദദിനം സ്നേഹിത ഇന്നു നിന്റെ രക്ഷയിൽ കൃപാദിനം എന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്നീ കരങ്ങളാ താങ്ങും നിശ്ചയം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്നീ കരങ്ങളാ താങ്ങും നിശ്ചയം എന്നൊരു രക്ഷകൻ നിന്നോടും ഇന്നോതിടുന്നു ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നൊരു രക്ഷകൻ നിന്നോടും ഇന്നോതിടുന്നു ഞാൻ നിന്റെ ദൈവമാകുന്നു ഏതിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിത ഇന്നു നിന്റെ രക്ഷയിൽ കൃപാദിനം ഏതിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിത ഇന്നു നിന്റെ രക്ഷയിൽ കൃപാദിനം സ്തോത്രം ചെയ്യാം.